അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, ചോദ്യകർത്താവെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഏതെല്ലാം മൗലിദുകളെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത് എന്നാണ് ചോദ്യം. എല്ലാ മൗലിദുകളെയും മുജാഹിദുകൾ എതിർക്കുന്നു എന്നതാണ് അതിൻ്റെ ഉത്തരം. മൗലിദുകൾ ഏകദേശം 50-ൽ ചില്ലാനം മൗലിദുണ്ട്. ഈ മൗലിദുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതല്ല. മൗലൂദ് എന്നതല്ല, മൗലിദ് എന്നതാണ് ശരി. നമ്മൾ പറഞ്ഞ് മൗലൂദ് എന്നതായതാണ്. ഈ മൗലിദുകളിലെല്ലാം മുജാഹിദുകൾ ഇതിന് എതിർക്കാനുള്ള കാരണം, മൗലിദുകളിലുള്ള പദ്യങ്ങളിൽ, അതിൻ്റെ ആശയങ്ങളിൽ നിരവധി കാര്യങ്ങൾ ഇസ്ലാമിക വിരുദ്ധവും വിശുദ്ധ ഖുർആനിന്റെ എതിരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകൾക്കെതിരുമാണ്. അത് മാത്രം ഒരുപാട് ദിവസങ്ങൾ പറയാൻ മാത്രമാണ്. അപ്പൊ ഈ മൗലിദുകളിലുള്ള ആശയം ഇസ്ലാമിക വിരുദ്ധമാണ് എന്നതുകൊണ്ടും, ഇങ്ങനെ മൗലിദ് പാരായണം എന്നൊരു സമ്പ്രദായം പ്രവാചകന്റെ ജന്മദിനമോ മരണദിനമോ ആയി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ നടത്തിയിട്ടില്ല എന്നതുകൊണ്ടും, പിൽക്കാലത്തുള്ള പല ആളുകളും എഴുതിയുണ്ടാക്കിയ മുഹിയുദ്ദീൻ മാല, റിഫായിൻ മാല പോലെ പിൽക്കാലത്ത് ചിലതിന്റെ കർത്താക്കളെ പോലും ആരാണ് എഴുതിയതെന്ന് കൃത്യമായി വിവരമില്ലാത്ത നിരവധി മൗലിദുകൾ പ്രവാചകന്റെ പേരിലും ഫാത്തിമ ബീവിയുടെ പേരിലും അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും ഒക്കെ, നബി കുടുംബത്തിന്റെ പേരിലും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തതിനാലും, അതിൽ പറഞ്ഞ ആശയങ്ങളിൽ നല്ല ഒരു വിഭാഗവും ഇസ്ലാമിക വിരുദ്ധവും ശിർക്കും ആയതിനാലും എല്ലാ മൗലിദുകളെയും ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതൽ ഇനി ഉള്ള കാലം വരെ തള്ളിക്കളയുക തന്നെ ചെയ്യും. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും വിശുദ്ധ ഖുർആനുമാണ്. മൻ തഖവ്വല അലൈനൽ അഖാവി, പ്രവാചക തിരുമേനി തന്നെയും സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ പേരിൽ ഉച്ചരിച്ചാൽ, ല അഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ നാം പിടികൂടും. സുമ്മ ല ഖതഅനാ മിൻഹുൽ വതീൻ, അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയുന്ന ഖുർആൻ പറഞ്ഞു. ഇസ്ലാമിൽ ഒരു കാര്യം മുഹമ്മദ് നബിക്ക് പോലും സ്വന്തം ഉണ്ടാക്കാൻ പാടില്ല, അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സംസാരിക്കുന്നത് അള്ളാന്റെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വന്തം ഇഷ്ടപ്രകാരം തിരുമേനി പറഞ്ഞാൽ റസൂലുള്ളാഹിയെ അള്ളാഹ് പിടികൂടുമെന്നും, അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനാടി മുറിച്ചു കളയുമെന്നാണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചക തിരുമേനിക്ക് പോലും ദീനിൽ ഒരു കാര്യം, മതത്തിൽ ഒരു കാര്യം ഉണ്ടാക്കാനുള്ള അവകാശവും അർഹതയുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീൻ യുഹാ. റസൂലുള്ളാഹി എന്തൊന്ന് ദീനിൽ സംസാരിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു മൗലിദ് കിതാബുകളെ പറ്റിയിട്ടോ മൗലിദ് ഗ്രന്ഥങ്ങളൊക്കെ പറ്റിയിട്ടോ അത് പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ചോ ഒരു പരാമർശവും ഇസ്ലാമിക വിശ്വാസ കർമ്മ പ്രമാണങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാ മൗലിദുകളെയും അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം പോന്നിട്ടുള്ളത്. അതിന്റെ തെളിവ് മൻ അഹദഥ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. അസ്സലാമു അലൈക്കും. മുജാഹിദുകളെല്ലാവരും പ്രവാചകനെ സാധാരണ മനുഷ്യനായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് എന്താണെന്നുള്ള അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തർക്കമില്ല. പിന്നെ രണ്ടാമത്, മുജാഹിദുകൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ ബിസ്മി ഉറക്കെ ഓതലില്ല. അത് എന്താണെന്നുള്ള അതൊന്ന് മനസ്സിലാക്കണം. വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലാത്തത് എന്ത് ചെയ്യുന്ന വെച്ചാൽ റിജക്ട് ചെയ്യപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രധാന വിഷയം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെടുത്തി ഏത് ചോദ്യം ചോദിക്കാം, അറിയുന്ന ഉത്തരങ്ങൾ ഇവിടെ പണ്ഡിതന്മാർ പറയും. ആദ്യത്തെ ചോദ്യം, മുജാഹിദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാക്കി എന്നതിനെ സംബന്ധിച്ചല്ലേ? ഈ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ നിലവിൽ വന്ന അന്ന് മുതൽ കേൾക്കുന്ന ഒരു ദുരാരോപണമാണ് മുജാഹിദികൾ മുഹമ്മദ് നബിയെ സാധാരണ മനുഷ്യനാക്കി. അതുകൊണ്ടാണ് മുജാഹിദികൾ ബാങ്ക് കൊടുക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ സാധാരണക്കാരൻ എന്ന് എല്ലാ പള്ളിയിലും വിളിച്ചു പറയണേ. എല്ലാ പള്ളിയിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ.
ഇപ്പൊ ഇനി മഗ്‌രിബിന് വാങ്ങി കൊടുക്കാൻ പോകുന്നുണ്ട് മുജാഹിദ് പള്ളി, ഇവിടെ തൊട്ടടുത്ത് മുജാഹിദ് പള്ളി. ആ പള്ളിയിൽ നടക്കം ഇനി വിളിച്ചു പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം അഷ്ഹദു അന്ന മുഹമ്മദൻ സാധാരണക്കാരൻ എന്നാ പറയല്. കാരണം നബി ഒരു സാധാരണ മുഹമ്മദാണ്. ഇത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു പാർട്ടിക്ക്, ഒരു സംഘത്തിന്, ഒരു കുട്ടിനെ കിട്ടുമോ ഇസ്ലാമിക സമൂഹത്തിൽ? മുഹമ്മദ് നബി സാധാരണക്കാരനാണ് എന്ന് വാദിക്കുന്ന, ഒരു സവിശേഷതയും ഇല്ലാത്ത മക്കത്തെ ഒരു മുഹമ്മദും മുക്കത്തെ ഒരു മുഹമ്മദും ഒരുപോലെയാണ്, ഇവിടെയുള്ള മുഹമ്മദും ഒരുപോലെയാണ്, ഒരു സവിശേഷതയും ഇല്ല എന്ന് വാദിക്കുന്ന ഒരു സംഘത്തിന് ഒരാള് കിട്ടുമോ? പിന്നെ എന്താണ് മുജാഹിദികൾ പറയുന്നത് എന്നുള്ളതാണ്. മുജാഹിദികൾ പറയുന്നത് ഖുർആൻ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം പരിചയപ്പെടുത്തിയ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, പ്രവാചകരെ താങ്കൾ പറയണം നിശ്ചയം, തീർച്ച എന്നാണ്. അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. പക്ഷെ ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യൂഹാ ഇലയ്യ, എനിക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്, ഞാൻ നുബുവത്ത് കിട്ടിയ പ്രവാചകനാണ്. ഇത് വിശദമായി പറയേണ്ടതാണ്, ഞാൻ ചുരുക്കി പറയണത്. പ്രവാചക തിരുമേനിയുടെ ശരീരം മനുഷ്യ ശരീരമാണ്, രക്തം മനുഷ്യന്റെ രക്തമാണ്. പ്രവാചകന്റെ വിയർപ്പ്, മലം, മൂത്രം, പ്രവാചകന്റെ വേദന, ദഹന പ്രക്രിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖം, പ്രയാസം, തലവേദന, പനി, ജലദോഷം, വയറുവേദന. പ്രവാചകൻ എവിടെയെങ്കിലും വീണാൽ പ്രവാചകന്റെ ശരീരം പൊട്ടും. തോളല് പൊട്ടി, കുതിരപ്പുറത്ത് നിന്ന് വീണിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ തോളല് പൊട്ടി. ഓതിക്കൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് മറവി സംഭവിച്ചു, ഓത്ത് പിഴച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം 4 റക്അത്തുള്ളത് 2 റക്അത്തായി ചുരുങ്ങി, മറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധക്ഷയം സംഭവിച്ചു മണിക്കൂറുകളോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. പ്രവാചക തിരുമേനിയുടെ അകത്ത പല്ലുകൾ കാണുന്ന രൂപത്തിൽ ചില അവസരങ്ങൾ ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കം വരാതെ എഴുന്നേറ്റ് നടന്നു രാത്രി. ഇതൊക്കെ റസൂലുള്ളാഹി മനുഷ്യനാണെന്നതിന്റെ തെളിവാണ്. അതിന്റെ അർത്ഥം റസൂലുള്ളാഹി മലക്കല്ല, റസൂലുള്ളാഹി ജിന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സാധാരണ മനുഷ്യനാണ്, ഒരു പ്രത്യേകതയും ഇല്ലാത്തത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാൾ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പുറത്താ. പ്രവാചക തിരുമേനി മനുഷ്യനാണ്. ആ മനുഷ്യനുള്ള എല്ലാ ഗുണങ്ങളും, പക്ഷെ ദോഷങ്ങൾ റസൂലുള്ളാഹിക്കില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി മഅസൂമാണ്, കുറ്റകൃത്യങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന് പറയാൻ കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, റസൂലുള്ളാഹി മനുഷ്യനാണ്. നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ നന്നിരത്ത് നമ്മളെ മാതിരിയാണ്. ഉമ്മ പെറ്റു, മുല കുടിച്ചു വളർന്നു, സാധാരണ പോലെ ഭക്ഷണം കഴിച്ചു, റസൂലുള്ളാഹി വഫാത്തായി. ഇതിലൊക്കെ മനുഷ്യന്റെ സ്വഭാവമാണ് നബിക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ്. വിശദാംശം പിന്നീട് ചോദ്യങ്ങൾ വരുമ്പോൾ പറയാം. ഇതാണ് മുജാഹിദികൾ ഖുർആൻ പറഞ്ഞ ഈ വിഷയമല്ലാതെ മുജാഹിദികൾ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, സാധാരണ ഒരു പ്രത്യേകത ഇല്ലാത്ത മനുഷ്യൻ ഒരാളെ പറ്റി പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ചരിത്രത്തിൽ കാണാമല്ലോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഒരു സഹാബി ഈത്തപ്പനയുടെ മുകളിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു, വാപ്പാ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഒരു സഹാബി ഈത്തപ്പനയുടെ മുകളിലായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് പോയിട്ട് പറഞ്ഞു, വാപ്പ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്തായിട്ടുണ്ട്. ഇത് കേട്ട അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, നീ പറഞ്ഞത് സത്യമാണോ? ആ മകൻ വീണ്ടും പറഞ്ഞു, അതെ, റസൂൽ വഫാത്തായിരിക്കുന്നു. ആ സമയത്ത് ആ സഹാബി ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട്, അള്ളാഹുവേ, റസൂലില്ലാത്ത ഈ ഒരു ലോകം എനിക്ക് കാണണ്ട എന്ന് ദുആ ചെയ്യുകയും ആ സഹാബി അന്ധനായി മാറുകയും ചെയ്തെന്ന് ചരിത്രത്തിൽ കാണാം. എവിടെയെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തില് റസൂലിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അതായത് ഈ സഹാബി ചെയ്തത് ശിർക്കാണോ എന്ന് വ്യക്തമാക്കിയാണ്. അതിലെവിടെ ശിർക്ക്? ഈ സ്വഹാബി നബി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഈ ചരിത്രം സത്യാണോ അല്ലെന്നുള്ള അവിടെ കട്ടെ. ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചു എന്നല്ല പറയുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നാ പറയുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് തൗഹീദ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്വഹാബി ഇങ്ങനെ പറഞ്ഞു എന്നും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നും ചരിത്രത്തിൽ കാണുന്നു എന്നതല്ല.
ഏത് കിതാബിൽ, അതിന്റെ സനദ് എന്ത്, ആരാണ് റിപ്പോർട്ട് ചെയ്തത്, ഇത് ശരിയാണോ എന്നുള്ളതൊക്കെ ബാക്കി കാര്യങ്ങൾ ശരിയാകണമെങ്കിൽ തന്നെ ഈ കൃത്യമായ വിവരം വേണം. ഒന്ന് പറഞ്ഞ കിതാബ്, രണ്ട് അതിന്റെ സനദ്, ആരാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, മൂന്നാമത്തത് ഇതിൽ പ്രവാചക സ്നേഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണ്. നബി ഇല്ലാത്തൊരു ദുനിയാവ് എനിക്ക് വേണ്ട എന്നൊരു സഹാബിക്ക് തോന്നിയാൽ മതിയോ? ലക്ഷക്കണക്കിന് സഹാബിമാരില്ലേ, അവരൊക്കെ അന്ധന്മാരായി പോയില്ലേ? റസൂലുള്ളാഹി ഇല്ലാത്തൊരു ദുനിയാവിൽ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ അന്ധന്മാരായി പോയോ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഉമ്മ മക്തൂമിന് കണ്ണില്ലാതെയിരുന്നു. ആ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷവും ഉണ്ടായിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു കാലത്താണ് ഉമ്മ മക്തൂമും ഷഹീദാകുന്നത്. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്തും കണ്ണില്ല. അബൂബക്കർ റളിയല്ലാഹു കണ്ണോടുകൂടി മരിച്ചുപോയി. കണ്ണുള്ളവരായിട്ടുണ്ട് ആ സഹാബിയർ ജീവിച്ചത്. നബിനോടുള്ള സ്നേഹം മൂത്താൽ അയാൾക്ക് കണ്ണുപോകും എന്നുള്ളത് അന്ധവിശ്വാസത്തിന്റെ പാരമ്യാണ്, അതിന്റെ അങ്ങേതലയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും സ്നേഹമുള്ള സ്വഹാബത്താണ് മുഴുവൻ കണ്ണുകളുമായി, കണ്ണുകളിൽ വെളിച്ചവുമായി ജീവിതാന്ത്യം വരെ കഴിഞ്ഞുകൂടിയത്. കണ്ണുപോകുക എന്നുള്ളത് പ്രവാചക സ്നേഹത്തിന്റെ അടയാളമല്ല. അതിലുള്ള ആശയത്തിനാണ് ഈ മറുപടി. ഈ റിപ്പോർട്ട് എവിടെ, ആര്, എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ചോദ്യകർത്താവിന് അറിയുമെങ്കിൽ പറയണം, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അറിയാത്തല്ലേ എന്തിനാ ചോദിക്കുന്നു. ഇവിടെ അങ്ങനെ ഒരു മറുപടി ഒന്നും പ്രതീക്ഷിക്കേണ്ട. വളരെ അന്തസ്സോടു കൂടിയാണ് ഇത് പറയുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും കിതാബ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി തന്നാൽ ഞങ്ങൾക്കും അത് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോ നിരന്തരം പറഞ്ഞതൊക്കെ അനുസരിച്ച് നബിദിനാഘോഷത്തെ പറ്റിയിട്ടാണ് പലതും പറഞ്ഞത്. എന്നാൽ നബിദിനാഘോഷം എന്നാൽ എന്താണ് എന്നത് ആഘോഷിക്കാത്ത മുജാഹിദുകളാണല്ലോ, സുന്നികളാണല്ലോ പറയേണ്ടത്. അതുകൊണ്ട് സുന്നികൾ പറഞ്ഞതനുസരിച്ച് നബിദിനാഘോഷം എന്നാൽ നബി സ്നേഹപ്രകടനത്തിന്റെ ഒരു രൂപമാണ്. ഇപ്പം നബി സ്നേഹപ്രകടനം അനുവദനീയമാണ് എന്ന് ഖുർആനിലടക്കം വ്യക്തമാണ്. ഇതിന് നിർണിതമായ രൂപങ്ങൾ ഇസ്ലാമിലുണ്ടോ എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ഹിദായത്തൽ ലിസ്വബാബ്. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത് നബിദിനം എന്ന് പറയുന്നത്, അതിനെ നിർവചിക്കാൻ നബിദിനം ആഘോഷിക്കാത്ത മുജാഹിദ് സുഹൃത്തുക്കൾക്ക് അവകാശമില്ല, അത് ഞങ്ങളാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു സന്തോഷപ്രകടനമാണ് എന്നെല്ലാം വിശദീകരിച്ചു. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഭാഗത്ത് പ്രിയപ്പെട്ട സുന്നി സുഹൃത്തുക്കൾ 99% ഷാഫി മദ്ഹബ് സ്വീകരിച്ച ആളുകളാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഷാഫി മദ്ഹബിലെ കിതാബുകളിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. ചെറിയ വിഷയമാണെങ്കിലും വലിയ വിഷയമാണെങ്കിലും അതിൻ്റെ സുന്നത്ത്, അതിൻ്റെ നിർബന്ധം, അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ ഫർളുകൾ തുടങ്ങി ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ അത് ഒരു ഇസ്ലാമിക ആചാരമാണെങ്കിൽ ഇത്ര കിതാബുകളിൽ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുമായിരുന്നു, ഒരു കിതാബിലും ഇല്ല. ഒന്ന്. രണ്ട്, ഷാഫി മദ്ഹബിൽ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ ഈ കാര്യത്തെ വിലയിരുത്തുന്നത് അന്ന അസുല അമലിൽ മൗലിദ് ബിദ്അത്തുൻ ലം യുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ. മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം അത് പുത്തൻ ആശയമാകുന്നു. കാരണം ഉത്തമ 3 നൂറ്റാണ്ടിലുള്ള സലഫ് സാലിഹീങ്ങളുടെ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഇങ്ങനത്തെ ഒന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന്
ഇബ്നു ഹജറുൽ അസ്കലാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ മതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം, ആ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ മതത്തിൽ അതിന്റെ ഒരു ചര്യയും ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഒന്ന്. രണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫിഖ്ഹ് കിതാബുകളിലെങ്കിലും നമ്മൾ പഠിക്കുന്ന നൂറുൽ അബ്സാർ മുതൽ, 10 കിതാബിലെ നൂറുൽ അബ്സാർ മുതൽ ഇമാം ഷാഫിയുടെ വരെയുള്ള ഷാഫി മദ്ഹബിന്റെ കിതാബുകൾ പരിശോധിക്കുമ്പോൾ നഖം വെട്ടുന്നതിന്റെ ചര്യ പോലും വിശദീകരിക്കുന്നത് കാണാം. നഖം വെട്ടേണ്ടത് എന്നാണ് ഏറ്റവും നല്ലത് എന്നും, അതുപോലെ ഈ 10 വിരലുകളിൽ ഏത് വിരല് കൊണ്ടാണ് നഖം വെട്ടൽ തുടങ്ങേണ്ടത് എന്നും, എവിടെയാണ് അവസാനിക്കേണ്ടത് എന്നും, കാലിന്റെ നഖം എങ്ങനെയാണ് വെട്ടേണ്ടത് എന്നും, അതിന് എതിരായാൽ എന്താണ് എന്നുപോലുമുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്ന, വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഷാഫി മദ്ഹബിലെ കിതാബിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതിന്റെ സുന്നത്ത് എന്താണ്, ഇതിലുള്ള കറാഹത്ത് എന്താണ്, ഇതിന്റെ രൂപം എന്താണ്. എന്തൊരു ആഘോഷം ഇസ്ലാമിലുണ്ടെങ്കിലും അതിൽ ചില രൂപങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണം, ബലിപെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണം, ചെറുപെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണം, നോമ്പ് നോൽക്കേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു രൂപം ആരാണ് ഉണ്ടാക്കിയത്, ആരാണ് കൊണ്ടുവന്നത്? മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അറിയില്ല, സ്വഹാബത്തിന് അറിയില്ല, മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾക്ക് അറിയില്ല, അതുപോലെ പിൽക്കാലത്ത് വന്ന കുറെ പണ്ഡിതന്മാർക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അത് പ്രവാചക ചര്യക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് അതിന്റെ രൂപം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് വിശദീകരിക്കേണ്ടത് എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ ഏത് കാര്യവും നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചോദിച്ച സഹോദരന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അസ്സലാം. മദ്രസ നടത്തുന്നു. ഇങ്ങനെ മദ്രസ നടത്തുന്ന സമ്പ്രദായത്തിന് തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഖുർആനിലില്ല, സഹാബാക്കൾ ചെയ്തിട്ടില്ല. പക്ഷെ നാം അവർ ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, നാം ഇന്ന് പഠിപ്പിക്കുന്നു എന്ന നിലക്ക്. അതുപോലെ സംശയം തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മുഖാമുഖം മൈക്ക് വെച്ച് നടത്തിയിട്ടില്ല. പക്ഷെ നാം നടത്തുന്നു. ഈ രൂപത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയാദരത്തിൽ പറഞ്ഞത് ഏത് കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അഡ്രസ്സ് വേണമെന്നാണ്. അപ്പൊ ഇത്തരം പരിപാടികൾക്കൊന്നും അഡ്രസ്സ് ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് പുതിയ രൂപങ്ങൾ നാം കണ്ടെത്തുന്നു എന്ന നിലക്ക് സ്നേഹപ്രകടനത്തിനും പുതിയ രൂപങ്ങൾ അവർ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ കണ്ടെത്തിക്കൂടെ എന്നാണ് ചോദ്യം. നല്ല ചോദ്യം. കഴിഞ്ഞ നേരത്തെ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന്റെ അനുബന്ധം അദ്ദേഹം പറഞ്ഞ് സ്നേഹപ്രകടനത്തിന് പ്രത്യേക രൂപമില്ല എന്നാണ് അദ്ദേഹത്തിന് ഇവിടെ പറഞ്ഞ ഉത്തരത്തിൽ നിന്ന് മനസ്സിലായത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എല്ലാവരും കേട്ടു. എങ്കിൽ മദ്രസ പ്രസ്ഥാനം, ഇതുപോലെയുള്ള മുഖാമുഖം, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലല്ലോ. നമ്മൾ ഈ സുന്നത്ത് ബിദ്അത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് കാണിക്കുന്ന ചെറിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം പരിപാടിയുടെ ഭാഗമാണ് ഇവിടെ ഈ നടന്ന ഈ സംശയം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, റസൂലുള്ളാഹിന്റെ പ്രവർത്തനം, റസൂലുള്ളാഹിന്റെ അംഗീകാരം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിലോ പ്രവാചകന്റെ സുന്നത്തിലോ ഇല്ലാത്ത ഒരു സംഗതി പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആചരിക്കുന്ന ആചാരമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞത്. ഇത് മലയാളത്തിലുള്ള ഏകദേശ രൂപമായി പറഞ്ഞു. ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞ നിർവചനം ഒന്നും ഇവിടെ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന തർക്കമില്ലാത്തൊരു വിഷയമാണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. അപ്പൊ നമ്മൾക്ക് ഇനി ഒരുപാട് സുന്നത്തുകൾ ഉണ്ടാക്കാം എന്നാണെങ്കിൽ, പുതിയ കാര്യങ്ങൾ എന്നുള്ള നിലക്ക് ഒരുപാട് സുന്നത്തുകൾ ഉണ്ടാക്കാം എന്നാണെങ്കിൽ മദ്രസ പ്രസ്ഥാനോ മുഖാമുഖോ മാത്രല്ല, ഇവിടെ മദ്രസ പ്രസ്ഥാനം ഖുർആൻ പറഞ്ഞതാണ് നിങ്ങൾ ഇൽമ് പഠിക്കണം, ഖുർആനും ഹദീസും പഠിക്കണം എന്നുള്ളത്. അതിന് കെട്ടിടത്തിന്റെ സംവിധാനം ഉണ്ടാക്കിയതാണ് ബിദ്അത്തെങ്കിൽ ഈ ലോകത്തിലുള്ള മൊത്തം കാര്യങ്ങൾ ബിദ്അത്താണെന്ന് പറയാം. ഇവിടെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ദീൻ പഠിപ്പിക്കാൻ ആവശ്യമായ പരിസരങ്ങൾ ഒരുക്കുക എന്നുള്ളത്.
അതിലാരും ബിദ്അത്ത് എന്ന് ഇന്നുവരെ ആരോപിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? ദീനിയായ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ വിഷയം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊന്നും കെട്ടിമറിഞ്ഞു ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂല് ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 ആവട്ടെ 9 ആവട്ടെ, ആ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 23 വർഷക്കാലം റസൂലുള്ളാഹി ജീവിച്ചിരുന്നു. ആ 23 വർഷക്കാലം ജീവിച്ചതിൽ ഒരു വർഷമെങ്കിലും റസൂലുള്ളാഹി ഇന്ന് താങ്കൾ ജനിച്ച ദിവസമല്ലേ, നമ്മൾക്കൊന്ന് കൂടിയിരിക്കാം എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പ്രവാചകന്റെ തോളുരുമ്മി ജീവിച്ച റസൂലുള്ളാഹിന്റെ മരുമക്കളും അമ്മോശങ്കാക്കാരും അടക്കം 4 ഖലീഫമാർ രാജ്യം ഭരിച്ചു. ഈ ഖലീഫമാര് രാജ്യം ഭരിക്കുമ്പോ റബീഉൽ അവ്വൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. 12 ആയാലും 9 ആയാലും റബീഉൽ അവ്വൽ മാസം കടന്നു പോവുകയാണ്. ഈ ചോദ്യം ചോദിക്കുന്ന സുഹൃത്തിനോട് എല്ലാ ബഹുമാനം വെച്ച് ഞങ്ങൾ ചോദിക്കാണ്, സുഹൃത്തെ, സഹോദരന്മാരെ, ഈ 4 ഖലീഫമാരുടെ ഭരണകാലത്ത് പ്രവാചകന്റെ ജന്മദിനം ഇന്ന് ആഘോഷിക്കുന്ന രൂപത്തിൽ വേണ്ട ഏതെങ്കിലും ഒരു രൂപത്തിൽ റസൂലുള്ളാഹിന്റെ ജന്മദിനമാണ് ഇന്ന് കടന്നു പോകുന്നത്. നമ്മൾക്കൊന്നുമില്ലെങ്കിൽ ഒന്ന് റസൂലുള്ളാഹിയെ കുറിച്ച് ഒരു 5 സംസാരം, ഒരു 10 സംസാരം എന്തെങ്കിലും സംസാരിച്ചു പിരിയാം എന്ന ഒരു റിപ്പോർട്ട്. പ്രവാചകന്റെ കാലശേഷം കഴിഞ്ഞു. എല്ലാവരും ആദരിക്കുന്ന ആളുകളാണ് 4 മദ്ഹബിന്റെ ഇമാമുകൾ. ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ ഇത് ചെയ്തോ? അതും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീൻ പഠിപ്പിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു, പെണ്ണുങ്ങളെ പഠിപ്പിച്ചു, മുതിർന്നവരെ പഠിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പള്ളിയല്ല ഇന്ന്. അത് ബിദ്അത്താന്നും പറയില്ല, ആരും പറയാറില്ല. പള്ളിയുടെ മാർബിളോ കെട്ടിടമോ റൂഫോ അല്ല വിഷയം, ആ പള്ളിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പരിസരമല്ല. അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ മക്കത്തേക്കും മദീനത്തേക്കും പോവാ. നമ്മള് എല്ലാരും മക്കത്തും മദീനത്തേക്കും പോവാ. അവിടെയുള്ള റസൂലുള്ളാഹി ജീവിച്ചേ. നമ്മൾ സംസാരിക്കുന്നത് അറബിയാക്കുക. ഭാര്യനോട് സംസാരിച്ച അറബിയാണല്ലോ, അങ്ങനെയാണല്ലോ സംസാരിക്കണ്ടേ. ദീനില് 2 തരം സുന്നത്തുണ്ട്. ഒന്ന് മുഅയ്യനായ സുന്നത്ത്, നിർണയിക്കപ്പെട്ട വിധം തീരുമാനിക്കപ്പെട്ട സുന്നത്ത്. രണ്ടാമത്തത് നിർണയിക്കപ്പെടാത്ത സുന്നത്ത്. ഉദ്കുറുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ ഓർക്കണം. ഒരാൾ ബസ്സിലിരിക്കുക, യാത്ര ചെയ്യുമ്പോ ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് എത്ര പ്രാവശ്യം പറയാം, അതിന് എണ്ണം പിടിക്കാൻ പറ്റൂല. എന്താ കാരണം? അങ്ങനെ ഒരു എണ്ണം പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടില്ല എന്നാണ്. അതേസമയം നിസ്കാരത്തിന് ശേഷം 33 വട്ടം, അത് 34 ആക്കാൻ പറ്റൂല, 50 ആക്കാൻ പറ്റൂല. സമയമുണ്ട് എന്ന് വിചാരിച്ചിട്ട് 100 ആക്കാൻ പറ്റൂല. 33 അല്ലെങ്കിൽ 34 അല്ലെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളത് 100 തികക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത അതേ രൂപത്തിൽ ചെയ്യേണ്ട സുന്നത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആശയം സ്വീകരിച്ച് അതുപോലെ ചെയ്യേണ്ട സുന്നത്തുണ്ട്. ഉദാഹരണം, ഫിത്ർ സക്കാത്ത് എങ്ങനെ ഇവിടെ സുന്നികളും മുജാഹിദീങ്ങളും കൊടുക്കണേ? അരി റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരിക്കൽ കൊടുത്തിട്ടുണ്ടോ? അത് ബിദ്അത്താന്ന് പറയല് അല്ല. ഫിത്ർ സക്കാത്ത് ആ നാട്ടിലെ മുഖ്യ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്. ആ നാട്ടിലെ മുഖ്യ ആഹാരം കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഖുത്ബ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ പറയണമെന്നും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു. അത് ബിദ്അത്തല്ല, അത് സുന്നത്ത. റസൂലുള്ളാഹിന്റെ ചര്യയെ ആശയത്തിൽ നിന്ന് സ്വീകരിക്കല. ഈ സ്വീകരിച്ച ഏതെങ്കിലും ഒരു മഹാൻ, ഒരു സഹാബി റബീഉൽ അവ്വൽ 12ന്റെ ദിവസമോ റബീഉൽ അവ്വൽ 9ന്റെ ദിവസമോ റബീഉൽ അവ്വൽ ഏതെങ്കിലും ഒരു ദിവസമോ ഇന്ന് ആചരിക്കുന്ന രൂപത്തിൽ ഒരു ജാഥ, ഒരു നബിദിന പരിപാടി ആഘോഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾ പറയല്ല. നിങ്ങൾ നോക്കൂ, ഹാഫിദ് ഇബ്നു ഹജറിന്റെ ഇവിടെ പറഞ്ഞു. അത് പോകട്ടെ, നിങ്ങൾ നോക്കൂ, സുയൂത്തി ഇമാം പറയുന്നതായിട്ട് സുന്നികൾ എന്താണ് മൗലിദ് എന്നുള്ള പുസ്തകത്തിൽ, എന്താണ് മൗലൂദ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. നോക്കിക്കോളൂ. സത്യവിശ്വാസികൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ചുകൂടുക, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ മറ്റും ഓതിപ്പറയുക, അനന്തരം എല്ലാവരും ഒത്തുകൂടി തയ്യാറാക്കിയ മധുരപലഹാരങ്ങളോ മറ്റു വിഭവങ്ങളോ കഴിച്ച് സസന്തോഷം പിരിഞ്ഞു പോവുക. ഇതൊക്കെയാണ് മൗലിദ്. എന്നിട്ട് പറയാം, ഇത് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതേ രൂപത്തിൽ നിലവിലില്ലാത്തതായിരുന്നുവെങ്കിലും ഇബ്നു ഹജർ പറയണം, റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ സമ്പ്രദായമില്ല. ഇത് 100 കണക്കിന് വാചകങ്ങളിൽ സുന്നി പ്രസിദ്ധീകരണങ്ങളിൽ വന്നതാണ്. ഇനി കേട്ടോളൂ നിങ്ങളെ,
വർഷം തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ദാനധർമ്മങ്ങളും കേട്ടോളൂ, സൽക്കർമ്മങ്ങളും സന്തോഷ പ്രകടനങ്ങളും അലങ്കാരങ്ങളും എല്ലാം നമ്മുടെ കാലത്തുണ്ടായ ഏറ്റവും നല്ല പുത്തനാചാരമാണ്. ഇതൊക്കെ വന്നിട്ടുള്ളത് അറിയോ? മൗലിദാഘോഷം കിതാബുകളിലൂടെ സുന്നികൾ പറയുന്നതാണ്. ഇതെല്ലാവരും പറയുന്ന റസൂലുള്ളാഹിന്റെ കാലത്ത് ഇത് ആവശ്യമില്ലായിരുന്നോ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഈ റബീഉൽ അവ്വൽ മാസം 4 പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ പെട്ടിട്ടുണ്ടോ? റബീഉൽ അവ്വലിന്റെ 12ന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു ദുർബലമായ റിപ്പോർട്ട് പറയൂ. സ്വഹീഹ് വേണ്ട. റബീഉൽ അവ്വലിന്റെ 12ന്റെ ശ്രേഷ്ഠത പറയുന്ന ദുർബലമായ ഒരു ഹദീസ് പറയൂ. നബി പറഞ്ഞത്, നബിന്റെ മുടിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്, നരച്ച മുടിന്റെ എണ്ണം, നരച്ച താടിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അസീസ് മൗലവി പറഞ്ഞു നഖമുട്ടിന്റെ കൂലി പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ 12ന്റെ ശ്രേഷ്ഠത പറയുന്ന ഒരു ദുർബലമായ റിപ്പോർട്ട് മുഴുവനാക്കട്ടെ, നിങ്ങൾ ബാക്കി ചോദിക്കാൻ. ഇതിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചത് ആരും പറയില്ല. അതുകൊണ്ടാണ് തലവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പദ്യം ഇവിടെ ചൊല്ലിയത്. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ സമ്പ്രദായം വന്നത്. മുദഫർ രാജാവാണ് ഉണ്ടാക്കിയത്, അദ്ദേഹത്തിന് മുമ്പ് വേറൊരാൾ ഉണ്ടാക്കിയത് അഭിപ്രായമുണ്ട്. ഇതുകൊണ്ടാണ് മുജാഹിദുകൾ ഈ ജന്മദിനം ആഘോഷിക്കൽ തെളിവല്ല, പ്രമാണമല്ല, ഇസ്ലാമിലെ ചര്യയല്ല എന്ന് പറയുന്നത്. രണ്ടാമത്തെ മറുപടി, മയ്യത്ത് നിസ്കാരത്തിന് എന്താ ഇഖാമത്ത് കൊടുക്കാത്ത? എന്താ നല്ലതല്ലേ? ഇഖാമത്ത് കൊടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞോ മയ്യത്ത് നിസ്കാരത്തിന്? ഇല്ല. പെരുന്നാൾ നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? നല്ലതല്ലേ? നല്ലതാണല്ലോ. ളുഹർ നിസ്കാരത്തിന് എന്താ ഉറക്കനോദാത്തത്? നല്ലതല്ലേ? എന്നിട്ട് എന്താ ചെയ്യാത്തത്? അപ്പൊ നമുക്ക് ആരാധന ഉണ്ടാക്കാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ കേറോഫിൽ ഒരുപാട് നിസ്കാരം ഉണ്ടാക്കാൻ പറ്റുമോ? ദുആ ഇസ്ലാമിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദുആ ഉണ്ടാക്കാൻ പറ്റുമോ? സുജൂദ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സുജൂദിന്റെ എണ്ണം കൂട്ടാൻ പറ്റുമോ? ദീൻ പഠിപ്പിക്കാലോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലും പറയാത്ത ദീൻ പഠിപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ചോദ്യം വളരെ ലളിതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം പ്രത്യേകതയുള്ള ദിവസമായി ഹദീസിൽ അന്നൊരു ആചാരം, ഒരു സമ്പ്രദായം, ഒരു ദിക്റ്, ഒരു പ്രാർത്ഥന ഇതാ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത് തറാവീഹിനിടയിലുള്ള നബിന്റെ പേരിലുള്ള സ്വലാത്ത് ബിദ്അത്താണ്. തറാവീഹിക്കൊക്കെ വിശ്രമിക്കുന്നിടയിൽ നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ കൂലിട്ടുന്നാണ്. പക്ഷെ ഇബ്നു ഹജർ പറഞ്ഞ ഷാഫി മദ്ഹബിലെ മുഫ്തിയാണ് അദ്ദേഹം. അത് ബിദ്അത്താണ്, റസൂലുള്ളാഹിയിൽ നിന്ന് അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല. ഖുർആൻ പറഞ്ഞതാ നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ. എന്നിട്ട് തറാവീഹിന്റെ ഇടയിൽ ഒഴിവുണ്ടാവുമ്പം ആ സമയത്ത് ചൊല്ലിക്കൂടാന്ന് പറഞ്ഞ ഇബ്നു ഹജർ അത് ഇസ്ലാമിൽ ഇല്ലാത്ത നിയമമായതുകൊണ്ടാണ്. ആ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ ചോദിക്കുന്നത് റസൂലുള്ളാഹിയുടെ ജന്മദിനം റബീഉൽ അവ്വൽ 12 അല്ലെങ്കിൽ റബീഉൽ അവ്വൽ 9, ജനിച്ചതും മരിച്ചതും ഒരു ദിവസാട്ടോ. അങ്ങനെയാണ്. ചരമദിനവും ഒക്കെ ഇതിൽ വരണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാണ് തെളിവ് വേണ്ടത്. അതുകൊണ്ടാണ് മദ്രസ കമ്മിറ്റി ചോദിച്ചൂടെ? പള്ളി കമ്മിറ്റി ഖുർആനിൽ തെളിവില്ലേ? വമയുഅമ്മിർ മസാജിദല്ലാഹ്, പള്ളി ഭരിക്കണം എന്നുള്ള അല്ലാഹുവിന്റെ തീരുമാന. അതിന്റെ ഘടന ഉണ്ടാക്കേണ്ടത് നമ്മളാ. അതുകൊണ്ടാ ബദർ യുദ്ധത്തിന് സ്ഥലം നിശ്ചയിച്ചപ്പോ സൽമാനുൽ ഫാരിസി റസൂലുള്ളാഹിനോട് ചോദിച്ചു, റസൂലുള്ളാഹ് ഈ സ്ഥലം തെരഞ്ഞെടുത്ത് അങ്ങയുടെ തീരുമാനാണോ അല്ലാഹുവിന്റെ തീരുമാനാണോ? അപ്പൊ റസൂലുള്ളാഹി ഇഷ്ടമാണ്, എന്നാ ഇവിടുന്ന് മാറണം എന്നാണ്. അല്ലാഹുവിന്റെ തീരുമാനാണെങ്കിൽ ചോദ്യമല്ല. ആ ചോദ്യമില്ലാത്ത വിഷയ ദീന്. അതിൽ ഇഷ്ടമുള്ളതൊക്കെ കൂട്ടാൻ നിന്നാ ഇവിടുന്ന് വിടേണ്ടി വരും. ഇഷ്ടംപോലെ കൂട്ടാം, ആർക്കൊക്കെ കൂട്ടാം, എന്നൊക്കെ കൂട്ടാം, ഏതിലൊക്കെ കൂട്ടാം. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര കൃത്യാണ് വിഷയം. നമ്മൾ ഇതിലൊന്നും ഉണ്ടല്ലോ, റസൂലുള്ളാഹിയുടെ മൗലിദ് ജന്മദിനം ആഘോഷിക്കുന്ന ഒരധ്യായം, ആഘോഷിച്ചു എന്നൊരധ്യായം, ആഘോഷിക്കണം എന്നൊരധ്യായം, അന്ന് നടത്തേണ്ട ചടങ്ങുകൾ, അന്ന് ചൊല്ലേണ്ട ദിക്റുകൾ, അന്ന് ചൊല്ലേണ്ട പ്രാർത്ഥനകൾ. അസ്സലാമു അലൈക്കും. ബഹുമാനത്തോടെ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടില്ല മനസ്സിലാകുന്നത്. അഥവാ ഇപ്പൊ ചോദിച്ചു മദ്രസ കെട്ടിടം പണിയുന്നതിന് തെളിവുണ്ടെന്ന് ചോദിച്ചപ്പോ മദ്രസ കെട്ടിടം പണിയുന്നതിന് പ്രത്യേകമായ തെളിവ് വേണ്ട. ഇന്ന് പഠിക്കാനും പഠിപ്പിക്കാനും അതൊക്കെ റസൂൽ ചെയ്ത കാര്യമാണ്.
അതിന് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അനുവദനീയമായ രൂപങ്ങൾ കൊടുക്കാം എന്നാണ് ചോദ്യത്തിന്റെ ചുരുക്കം, ഉത്തരത്തിന്റെ ചുരുക്കം. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നബിദിനം എന്നത് എന്താണ് എന്ന് സുന്നികളുടെ നിർവചനം അത് ശ്രദ്ധിച്ചിട്ടില്ല. കാരണം പ്രവാചക സ്നേഹ പ്രകടനത്തിന്റെ ഒരു രൂപമാണ് നബിദിനം എന്നാണ് പറഞ്ഞത്. പ്രവാചക സ്നേഹ പ്രകടനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, സഹാബികൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഈ അസ്ൽ വെച്ചുകൊണ്ട് പുതിയ രൂപം നമുക്ക് ചെയ്തുകൂടെ, അനുവദനീയമായവർക്ക് ചെയ്തുകൂടെ? ഇതാണ് എന്റെ ചോദ്യത്തിന്റെ ചുരുക്കം. പക്ഷെ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു. ആ ചോദ്യം തന്നെയാണ് ഇപ്പൊ വീണ്ടും ആവർത്തിച്ചത്. പിന്നെ ഇബ്നു ഹജർ അസ്ഖലാനിയും മറ്റു സുന്നി ഇമാമുമാരൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഇമാമുമാരൊക്കെ സുന്നികൾക്കെതിരെ അഥവാ മൗലിദ് ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അതിന് വിദഅത്താണ് എന്ന നിലയ്ക്ക് അവർ പറഞ്ഞു. ഇതിന് തെളിവ് പറയുമ്പോൾ ഒരു ഉദ്ധരണി വായിച്ചിരുന്നു. ഈ മൗലിദ് ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടില്ലെങ്കിലും എന്നതിനെ പൂർത്തി വായിക്കാൻ ഈ സമുദായം ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ പലരും നെറ്റിലൂടെ കേൾക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടി വായിക്കുകയില്ലേ എന്ന് ചോദിക്കുകയാണ്. നല്ല വിദഅത്താണ് എന്നാണ് മറ്റൊരു തന്നെയിൽ പറഞ്ഞത്. അഥവാ വിദഅത്ത് രണ്ട് രൂപത്തിലുണ്ട്. അഥവാ മദ്രസ വിദഅത്താണ്, മൈക്ക് വിദഅത്താണ്, ബൾബ് വിദഅത്താണ്. ഇതൊക്കെ നല്ല വിദഅത്താണ്. കാരണം ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ചുള്ള വിദഅത്താണ്. എന്നാൽ വിദഅത്ത് സയ്യിഅത്ത് മോശമായ വിദഅത്ത് അഥവാ പുതിയൊരു കാര്യം അനാചാരം ഇസ്ലാമിൽ ചേർത്ത് കൊടുക്കുക. അതിനൊരു ഉദാഹരണം പറയും, ചീത്ത വിദഅത്തിനൊരു ഉദാഹരണം പറയും. ചീത്ത വിദഅത്തുകൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ. ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞാൽ മതി. മഖ്ബറകളെ ചില ആളുകൾ ആരാധിക്കുന്നുണ്ട് അറിവില്ലാത്തത് കൊണ്ട്. അത് വിദഅത്താണ്. ഉദാഹരണം ആരാധിക്കുന്നു എന്നുള്ളതിനൊരു ഉദാഹരണം പറയും. ഉത്തരേന്ത്യകളിലും അതുപോലെ അല്ലേ ചീത്ത വിദഅത്തും നല്ല വിദഅത്തും ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ചീത്ത വിദഅത്തിന് ഒരു ഉദാഹരണം, അതിന് കാരണം പറയും. ആരാധിക്കുക എന്നുള്ളതിന് ഉദാഹരണം പറയും. അതല്ല, ഉത്തരേന്ത്യ അല്ല, എവിടെ ആയിക്കോട്ടെ, നമ്മളെവിടെ ആയിക്കോട്ടെ, അതിനൊരു ഉദാഹരണം ആരാധനന്റെ ഒരു രൂപം പറയും. ഈ മഖ്ബറക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഈ മഖ്ബറയിൽ പോയാൽ ആ മഖ്ബറ നമ്മളെ സഹായിക്കും. മഖ്ബറയല്ല, മഖ്ബറിന്റെ ഉള്ളിലുള്ള അല്ലേ ആൾക്ക് നമ്മളെ സഹായിക്കാൻ നേരിട്ട് സ്വന്തമായി കഴിവുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് പോയി പ്രാർത്ഥിക്കുക. അത് വിദഅത്താണ്, അത് ശിർക്കാണ്. ഉദാഹരണം പറയാൻ കാരണം ഇത് സുന്നികൾ ചെയ്യുന്നുണ്ട്, സുന്നികളുടെ ആശയമാണ് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുകൂടി വ്യക്തമാക്കാൻ ഈ ഉദാഹരണം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇത് സുന്നികളുടെ ആശയമല്ല, മറിച്ച് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന അതാണ് സുന്നികൾ എന്നുള്ള ആശയം. അതെന്തായാലും ഇരിക്കട്ടെ. ശരി ശരി. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നല്ല വിദഅത്താണ് എന്നാണ് പറഞ്ഞത്. അത് മൗലിദ് ആഘോഷത്തെ എതിർത്തിട്ടല്ല. അതുകൊണ്ട് അസ്ഖലാനി ഇമാം അതുപോലെ നേരത്തെ പറഞ്ഞ ഉദ്ധരണികളൊന്നും മൗലിദ് ആഘോഷത്തെ എതിർത്തിട്ടാണ് എന്ന് പറയാൻ സാധ്യമല്ല. അതിന്റെ വായിക്കൊന്ന് വായിക്കണമെന്ന്. ആയിക്കോട്ടെ. അപ്പം ഇനി കേട്ടോളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത മോശപ്പെട്ട വിദഅത്തിനാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞത്. മഖ്ബറ അല്ലേ, മഖ്ബറയിലുള്ള ആള് സ്വന്തം നിലക്ക് സഹായിക്കുന്നു, അങ്ങനെ സുന്നികൾ വിശ്വസിക്കുന്നില്ല. സ്വന്തം നിലക്ക് സഹായിക്കുന്നു മുശ്രിക്കുകളും വിശ്വസിച്ചിട്ടില്ല, അബൂജഹലും വിശ്വസിച്ചിട്ടില്ല. ലാ ശരീക്കൻ ഇല്ലാ അല്ലാഹ് റസൂലുള്ള പറയാ, ഇവരുടെ തൽബിയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. ശരിക്ക് കേൾക്കണം. അല്ലാഹുവേ മഖ്ബറയിൽ കിടക്കുന്ന ആളെ, അല്ലാഹുവേ നീ കൊടുത്ത കഴിവെന്ന ഞങ്ങൾ ചോദിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല. ഞാൻ പറഞ്ഞേക്കുണ്ടോ, ചോദ്യത്തിൽ നോക്കിയാൽ അത് കേൾക്കൂല. അല്ലാഹുവേ നീ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. റബ്ബേ ലി യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ് ഞങ്ങൾ ഇവരോട് ദ്വാരക്കണത്. ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്തേക്കുള്ള ശുപാർശകന്മാരാ ഇവർ അള്ളേന്നല്ല, ഇവർക്ക് സ്വയംഭൂവാണെന്നല്ല, ഇവർക്ക് സ്വന്തം കഴിവുണ്ട് എന്നല്ല. ആ വിശ്വാസത്തിൽ ചോദിക്കുന്നത് ശിർക്ക. അതിന് നല്ല വിധേയത്വം ചീത്ത വിധേയത്തല്ല, അത് ശിർക്ക. എന്റെ ചോദ്യം, നിങ്ങൾ ചോദിച്ചത് മദ്രസ കെട്ടിടത്തിന്റെ വിസ്താരത്തിൽ പുതിയ വിധേയത്വം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും? നിസ്കാരത്തിൽ ഉറക്കനെ ഓതാൻ പറ്റുമല്ലേ? ളുഹർ നിസ്കാരത്തിൽ സുബഹി നിസ്കാരം 4 ആക്കാൻ പറ്റുമല്ലേ? ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതിന് തെളിവെന്താണ്? മഗ്രിബ് നിസ്കാരത്തിന്റെ 3-ാമത്തെ റക്അത്തിൽ ഉറക്കനെ ഓതാൻ പാടില്ല എന്നുള്ളതിന് തെളിവെന്താണ്? എന്താ തെളിവ്? എത്ര ആക്ക് എന്തെല്ലാം ഉണ്ടാക്കാം. പറഞ്ഞാൽ മതിയല്ലോ, മദ്രസ ഉണ്ടാക്കണില്ലേ
എത്തിങ്ങാൻ ഉണ്ടാക്കണില്ലേ, പള്ളിക്കപ്പറ്റി ഉണ്ടാക്കണില്ലേ? അപ്പൊ നിസ്കാരം ഒരാള് ഇപ്പൊ മഗ്‌രിബ് നിസ്കരിച്ചു വന്നല്ലോ, എത്ര ജമാഅത്തെ നിസ്കരിക്കണിന്റെ കൂലി? 27 ഇരട്ടി, 25 ഇരട്ടി, 2 റിപ്പോർട്ടുണ്ടല്ലോ. മഗ്‌രിബ് നിസ്കരിച്ചതിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ജമാഅത്ത് ഇമാമായിട്ട് എന്താ നിസ്കരിക്കാത്തത്? ഉണ്ടാക്കിക്കൂടെ? നല്ല വിധേയത്തല്ലേ, തോന്നിയാസല്ലല്ലോ, വൃത്തിയേടല്ലല്ലോ, ജമാഅത്തിന്റെ കൂലിട്ടാനല്ലേ, 27 ഇരട്ടി കൂലിട്ടാനല്ലേ? ചെയ്തൂടെ? പെരുന്നാൾ 2 എണ്ണാണല്ലോ, ആ പെരുന്നാളിന് 3 എണ്ണം ഉണ്ടായിക്കൂടെ? 2 പെരുന്നാൾ അള്ളാഹ് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ലേ? റസൂൽ പറഞ്ഞില്ലേ? നമുക്കൊന്ന് ഉണ്ടാക്കിക്കൂടെ? അപ്പൊ ആർക്കൊക്കെ എത്ര വിധേയത്വം ഉണ്ടാക്കാൻ കഴിയാ? നല്ല വിധേയത്ത് എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞോ നല്ല വിധേയത്ത് ചീത്ത വിധേയത്ത് എന്ന്? അതോ കുല്ലു മുഹദത്തത്തിൻ ബിദ്അ എന്നാണോ പറഞ്ഞത്? കുല്ലു മുഹദത്തത്തിൻ ബിദ്അ എന്നാണോ പറഞ്ഞത്? റസൂലുള്ളാന്റെ റിപ്പോർട്ടിൽ എവിടെങ്കിലും, റസൂലുള്ള പറഞ്ഞ റിപ്പോർട്ടിൽ എവിടെങ്കിലും നല്ല ബിദ്അത്ത് ചീത്ത ബിദ്അത്ത് എന്ന് നിർവചിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? നബി പറഞ്ഞു, റസൂലുള്ള പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ആദ്യം സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന് നിർണിതമായ ഒരു രൂപമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതിന് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത്? ഞങ്ങൾ ചെയ്യുന്നതും അതിൽ പെടുത്തിക്കൂടെ എന്നാണ് ചോദിച്ചത്. അല്ല, നിർണിതമായ രൂപമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന് കൃത്യമായ രൂപം സഹാബികളിൽ നിന്ന്, സലഫ് സ്വാലിഹീങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ലഭിച്ച മാതൃകയിൽ നിന്ന് വിഭിന്നമായി നമ്മളൊരു മാസത്തിനോ ഒരു ദിവസത്തിനോ പ്രാധാന്യം കൊടുക്കുക എന്നിടത്താണ് എതിർപ്പിന്റെ മർമ്മം. ഇപ്പൊ ജന്മദിനാഘോഷം എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നുവെന്ന ചോദ്യത്തിന് റബീഉൽ അവ്വലിന് പ്രാധാന്യമുണ്ട്. ആ ദിവസത്തിൽ പ്രത്യേകമായൊരു സ്വലാത്ത് ചൊല്ലണം, ഒരു ജാഥ നടത്തണം, ഒരാഘോഷം നടത്തണം. ഈ ഒരു നിലപാടിലൂടെയാണ് ഇന്ന് നബിദിനാഘോഷക്കാര് മുന്നോട്ട് പോകുന്നത്. ഇത് ഇസ്ലാമികമല്ല. ഇത് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് പ്രമാണമായി അംഗീകരിക്കാവുന്ന, പ്രമാണം കൊണ്ട് സ്ഥിരപ്പെടുത്താവതും അല്ല. അതാണ് വിഷയത്തിന്റെ മർമ്മം. ഇനി റബീഉൽ അവ്വലിന് അങ്ങനെ ഒരു പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ റബീഉൽ അവ്വലിൽ മാത്രം സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് വാദമില്ല എന്ന് സുഹൃത്തിന് പറയാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സുഹൃത്തിന് അത് പറയാം. അങ്ങനെ ഉണ്ട് എന്നതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നാം ഇത് വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്തരമൊരു ആഘോഷങ്ങളും ജന്മദിനാഘോഷങ്ങളും നിർണിതമായ രൂപത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അഥവാ ആളുകളുടെ പ്രവാചക സ്നേഹം നിങ്ങൾ കൊല്ലത്തിൽ ഒരു മാസത്തിലല്ലേ കാണാറുള്ളൂ? റബീഉൽ അവ്വലിൽ റൂട്ടുമിലിറങ്ങിയിട്ട് മൗലൂദ് ചൊല്ലിയിട്ട് ഇത്തരം ഒരു പ്രത്യേക കൽപ്പനയിൽ ആളുകൾ പ്രവാചക സ്നേഹം ഒതുക്കിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യൽ. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, ആര് എന്റെ സുന്നത്തിനെ പിൻപറ്റുന്നുവോ അവനാണ് എന്നെ സ്നേഹിച്ചവൻ. അപ്പൊ സ്നേഹത്തിന്റെ കൃത്യമായ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി ഇവരെന്താ പറയുന്നത്? കള്ളുടിച്ചാലും കുഴപ്പമില്ല, തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, ഓൻ പ്രവാചക സ്നേഹവും മൗലൂദൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സംഭവം രക്ഷപ്പെട്ടു പോകുന്നുള്ള അപകടകരമായ വാദത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയപ്പോഴാണ് ഈ മൗലിദാഘോഷം എതിർക്കപ്പെടേണ്ടതാണ് എന്നിടത്തേക്ക് നാം എത്തിയത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ ഇത് സമസ്തക്കാരുടെ ഈ നിലപാടുകളാണ് എതിർക്കപ്പെടാനുള്ള കാരണമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. തുടർന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി ഞാനും പറയാം, അല്ലെങ്കിൽ ഷഫീഖ് മൗലവിയും ഇവിടെ സൂചിപ്പിക്കുന്നതാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുക എന്നതാണ്. എൻ്റെ ഒരു ചോദ്യം പറഞ്ഞ് അതിൻ്റെ ഒരു ഉത്തരം പറയാം. നബിദിനത്തിന് തെളിവ് ഞാൻ ചോദിച്ചിട്ടില്ല. നബിദിനം അനുവദനീയമല്ല എന്ന് നബിദിനം അനുവദനീയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വാക്കുകൾ ഞാൻ പറഞ്ഞത് നബിദിനം മദ്രസ നടത്തുന്നത് പോലെ സ്നേഹപ്രകടനത്തിന് നിർണിത രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതല്ലാത്ത രൂപത്തിലും സഹാബികൾ ചെയ്തിട്ടുണ്ട്. സ്നേഹപ്രകടനം പല രൂപത്തിൽ. ഉദാഹരണത്തിന് ബുഖാരിയിലുള്ള ഒരു ഹദീസ്, ഒരു സഹാബിക്ക് ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തുൽ ഇഖ്ലാസിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹം എല്ലാ നിസ്കാരത്തിലും ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ ഈ ഖുൽ ഹുവല്ലാഹു ഇങ്ങനെ ഓതും. അപ്പോ മറ്റു സഹാബികൾ റസൂലുള്ളാഹിയോട് വന്ന് പറഞ്ഞു, ആ സഹാബി
ആ മനുഷ്യൻ എന്നും ഈ കുൽഹുവല്ലാഹു തന്നെയാണ് ഓതുന്നത് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊരു കാര്യം, ആ ഒരു സഹാബിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്നേഹം. പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സഹാബാക്കൾക്കും അതുപോലെ റസൂലിനോട് ഏറ്റവും ഇഷ്ടമുള്ള അവർക്കില്ലാത്തൊരു സ്നേഹം എന്തിനാണ് ഇവർക്ക് എന്ന്. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണല്ലോ ഖുർആൻ ഇറങ്ങിയത്, സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങിയത്. ആ റസൂലിനില്ലാത്ത സ്നേഹം ഈ സഹാബിക്ക്, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് അതിന് അനുവാദം കൊടുത്തു, അതിനെ അംഗീകരിച്ചു. അത് സൽക്കർമ്മമാണെന്നും അത് സ്വർഗത്തിലെത്തിക്കുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ ആശീർവദിച്ചു. എങ്കിൽ ഈ സഹാബി ചെയ്തതുപോലെ നാം മദ്രസ ഉണ്ടാക്കുന്നത് പോലെ നബി അംഗീകാരം കൊടുത്തു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കാത്ത കാര്യത്തിനും നബി അംഗീകാരം കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരുപാട് സഹാബികൾ നബി ചെയ്തിട്ടില്ലാത്ത രൂപത്തിൽ സ്നേഹപ്രകടനം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നാം ഉദാഹരണത്തിന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മദീനയിൽ യാത്ര ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ശേഷം ഉമർ റളിയല്ലാഹു അൻഹും അതുപോലെ മറ്റു സഹാബികളെല്ലാം വാഹനപ്പുറത്തായിരുന്നു യാത്ര ചെയ്തത്. എന്നാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് അതിയായ സ്നേഹം മൂലം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി മൺമറഞ്ഞു കിടക്കുന്ന ഈ മണ്ണിൽ ഞാൻ വാഹനത്തിന്റെ പുറത്തിൽ കാലി ചവിട്ടുകയോ എന്ന് കരുതിക്കൊണ്ട് വാഹനം ഒഴിവാക്കി യാത്ര ചെയ്തിട്ടുണ്ട്. ഈ ബിദ്അത്ത് അതെല്ലാം ഇത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം. മദ്രസ ഒരു ബിദ്അത്താണ്. ഏത് അർത്ഥത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത കാര്യം, സഹാബികൾ ചെയ്യാത്ത കാര്യം. മുൻപ് രണ്ടാമത് വന്ന ആൾ പറഞ്ഞത്, മമ്മൂട്ടി മുസ്ലിയാർ പറഞ്ഞതനുസരിച്ച് സലഫു സാലിഹീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ നിർണിതമായ രൂപം കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. എന്നാൽ മദ്രസ എന്നതിന്, മദ്രസ സമ്പ്രദായത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സഹാബികളോ ഈ നിർണിതമായ രൂപം കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. എങ്കിലും നാം ഉണ്ടാക്കിയതാണ്. പിൽക്കാലത്ത് സലഫു സാലിഹീങ്ങൾ അല്ലാത്തവർ ഉണ്ടാക്കിയതാണ് മദ്രസ സമ്പ്രദായം. ഇതുപോലെ നബിദിനം എന്നൊരു ആഘോഷം സ്നേഹപ്രകടനമായി ഉണ്ടാക്കിക്കൂടെ എന്നാണ് ചോദിച്ചത്. പല പ്രാവശ്യം പറഞ്ഞൊരു മറുപടി ഇങ്ങക്ക് ഓർമ്മ ഉണ്ടാവില്ല. കൊട്ടപ്പുറം ബാലപ്രതിഭാതത്തിൽ ഷിർക്കിന്റെ നിർവചനം ചോദിച്ചു കാന്തപുരം. ഷിർക്കിന്റെ നിർവചനം AP ബഹുമാന്യനായ APയും പറഞ്ഞു, ചെറിയമുണ്ടും പറഞ്ഞു. പിന്നെയും ചോദിച്ചു, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. അവസാനം കാന്തപുരം പറഞ്ഞ എന്റെ 19 ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു, ഞാൻ 20ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. എന്നതുപോലെ മദ്രസന്റെ കാര്യം ആദ്യം മുതലേ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. താങ്കള് നബിന്റെ കാലശേഷം ഇമാം മാലിക് ബിദ്അത്ത് ഉണ്ടാക്കിയത് പറഞ്ഞതേ ഒന്നുകൂടി അവനാൻ തന്നെ സ്വന്തമാണെന്ന് ആലോചിക്കണം. ഒന്ന് കുൽവല്ലാഹു ഓതിയത് പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫിഅലുഹു ഖൗലുഹു വഫഇലുഹു തഖ്രീറുഹു. റസൂലുള്ളാഹി അംഗീകരിച്ചില്ലേ? അപ്പൊ ഒരാൾക്ക് നിസ്കാരത്തിൽ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ കുൽവല്ലാഹു മാത്രം ഓതി നിസ്കരിക്കാം. അത് റസൂലുള്ളാഹി സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. അത് ബിദ്അത്തല്ല. ഇമാം മാലിക്കിന്റെ ഇസ്ലാമിൽ നിയമം പറയാൻ പറ്റൂലെങ്കിലും അതിൽ താങ്കൾ പറഞ്ഞ ആ ചോദ്യത്തിന്റെ ഒരു മറുചോദ്യം ഉണ്ട്. ആ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി സലാം നബിദിനം കൊണ്ടാടിയോ? നബിന്റെ ഖബറിന്റെ അടുത്ത് കൂടെ പോകുമ്പം നമ്മളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയാണ്ടാണ് നടന്നു വരും. അത് ദീനിലെ പുതിയ ആചാരമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം പ്രവാചകന്റെ ഖബർ എന്നല്ല, സാധാരണക്കാരുടെ ഖബറിന്റെ മോൾ കൂടി കുതിരനെ ചാടിച്ചു പോകാൻ പറ്റൂല, ഇവിടെ നിൽക്കാനും നടക്കാനും പറ്റൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ അടുത്തെത്തുമ്പോൾ ഒരാൾക്ക് ഇറങ്ങണം തോന്നിയാൽ അവനെ ഇറങ്ങാം. അത് ദീനിലെ പുതിയ നിയമമൊന്നുമല്ല. ഒരു ഉസ്താദിനെ കാണുമ്പോൾ ഇവിടുന്ന് എണീറ്റ് ചെല്ലുക എന്നുള്ളതേ ദീനിലെ പുതിയ നിയമം എന്നല്ല, സാധാരണ മര്യാദകളിൽ പെട്ടതാ. അനുവദനീയമായ പല കാര്യങ്ങളുണ്ട് ഇസ്ലാമില്. മുബാഹ് എന്നാ പറയില്ല, ഹലാല്. ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും കൂലിയും കുറ്റൊന്നുമില്ലാത്ത കാര്യങ്ങൾ അത് ആർക്കും ചെയ്യാം. ഹറാമായത് ചെയ്യുമ്പോ അതിന് വിധി വേറുണ്ട്, അത് ഹറാം എന്നാ പറയല്. കുൽവല്ലാഹു ഓതുന്നതിനെ പറ്റി താങ്കൾ ബുഖാരി പറഞ്ഞിട്ടുണ്ടല്ലോ. താങ്കൾ പറഞ്ഞത് ശരിയാ, ബുഖാരിയിൽ അങ്ങനെ ഉണ്ട്. അദ്ദേഹത്തോട് റസൂൽ ചോദിച്ചു, എന്താ താങ്കൾ ഇങ്ങനെ കുൽവല്ലാഹു ഓതുന്നത്? നബിയെ, എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ആ സൂറത്ത്, എങ്കിൽ അള്ളാഹു താങ്കളെ ഇഷ്ടപ്പെടട്ടെ. അതിന്റെ അർത്ഥം കുൽവല്ലാഹു ഖുർആനിലെ തൗഹീദിന്റെ മർമ്മ, അത് ഒരാൾക്ക് ഇന്നും ചെയ്യാം. അതേസമയം ഞാൻ താങ്കളോട് ചോദിച്ചല്ലോ, എന്തേ സുന്നത്തസ്കാര ജമാഅത്തായിട്ട് നിസ്കരിക്കാഞ്ഞ്? നമുക്ക് ഈ കിണത്തിൽ അതൊക്കെ കൂട്ടമ്മളേ. മയ്യത്തസ്കാരം എല്ലാം നമ്മളിങ്ങനെ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ടേ എല്ലാരും വന്ന് നിൽക്കുക. സുന്നി മുജാഹിദീങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. നിൽക്കുമ്പോ ഒരാള് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാഹ് മുണ്ടല്ലം കേ എന്നറിയോടുന്ന് മോലിയര് മുണ്ടല്ലം കേ അറിയും. എന്തേ മുണ്ടല്ലം കേ എന്നറിയാൻ കാരണം? ഇഖാമത്താ കൊടുക്കണത്. എല്ലാ നിസ്കാരത്തിനും ഇഖാമത്തിൽ എന്താ അത് കൊടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞോ?
ഇഖാമത്ത് കൊടുക്കരുതെന്ന് റസൂൽ പറഞ്ഞുനോ? ഇല്ല. അപ്പൊ സുന്നത്തിന് നിർണിതമായ രൂപമുള്ളതും നമ്മൾ പറഞ്ഞു. മദ്രസിന്റെ വിഷയം ദീൻ പഠിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ സംഗതിയാ. അതെങ്ങനെ ഏത് വേഷം എടുത്തിട്ട് ഏത് കുപ്പായിട്ടിട്ട് ഏത് മൈക്ക വെച്ചിട്ട് അത് നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യാം. അതിനെ എതിർത്തിരുന്ന ആളുകളാണ് നിങ്ങള് മദ്രസ പ്രസ്ഥാനത്തെ. ആ പ്രസ്ഥാനത്തെ എതിർത്തിട്ട് ഇത് ജഹന്നമുക്കുള്ള വാതിലാന്ന് പറഞ്ഞ ആളുകളാണെന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് മദ്രസ കൊണ്ടിടക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്ത് പറയാറിയോ? മദ്രസയെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയാം. സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് ഒന്നും കൂടി ചോദിക്കാവുന്നതാണ്. ഒരുപാട് സഹോദരങ്ങൾ ഇതിൽ ചോദിക്കാൻ ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പം നമ്മൾ ഒരാളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാകുമ്പോൾ പ്രയാസമുണ്ട്. ഇനി ചോദിക്കുന്നത് വളരെ ചുരുക്കി ചോദിക്കാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് ചോദ്യം ചോദിക്കുന്ന ഇഷാറത്ത് നൽകുമ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാർക്കറിയാം ആ ചോദ്യം എന്നതാണ്, എൻ്റെ ഹദീസ് എന്നതാണ്, ആയത്ത് എന്നതാണ്. അപ്പം നിങ്ങൾ അത് സൂചന നൽകിയാൽ മതി. ബാക്കി വിശദീകരണം ഇവരിൽ നിന്ന് ലഭിക്കണം. ഇൽമ പഠിപ്പിക്കൽ നിർബന്ധമാണ്. അത് നിർബന്ധമുള്ള കാര്യമാണ്. അതിന് നമുക്ക് ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാന്നല്ലേ പറഞ്ഞത്? പറഞ്ഞ് അതുപോലെ നബിയെ സ്നേഹിക്കൽ നിർബന്ധമുള്ള കാര്യമല്ലേ? അതിന് ഇഷ്ടമുള്ള രൂപം സ്വീകരിച്ചൂടെ? ഈ മദ്രസക്കും ഈ നബിയെ സ്നേഹിക്കലിനും ഇൽമ പഠിപ്പിക്കലിനും നബിയെ സ്നേഹിക്കലിനും രണ്ടും എന്താ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്? ഇത് മനസ്സിലാകാത്ത വേറെ ആൾക്കാരുണ്ടാവും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നിന് നമുക്ക് പുതിയ ഉണ്ടാക്കാം, ഇത് പുതിയ ഉണ്ടാക്കാൻ പറ്റൂല. അതെന്താ വ്യത്യാസം? വേറെ തെളിവുകള് നമുക്ക് മറുപടി. സുഹൃത്തുക്കളെ, ഇവിടെ ഒന്നാ മൈക്ക് കൊടുക്കുക. സുഹൃത്ത് പറഞ്ഞത് നബിദിനം അനുവദനീയമാണ് എന്ന് എനിക്ക് വാദമില്ല എന്നാണ് നേരത്തെ പറഞ്ഞത്. ഏത് വാദത്തിൽ ഇതാണ് ചോദ്യം വരുന്നത് നമുക്കറിയണ്ടേ? നാം നബിദിനത്തിനെ എതിർക്കുന്നതിന്റെ മാനദണ്ഡം നമ്മൾ പറഞ്ഞു. അനുവദനീയമാണോ അല്ല അതാദ്യം പറയും. അനുവദനീയമാണെന്നും അല്ലാന്നും പറഞ്ഞിട്ടില്ല ഞാൻ. ഇല്ല, പറഞ്ഞോളൂ. അത് പറയണോ? എന്നാലേ നമുക്ക് നിങ്ങളോട് എന്ത് പറഞ്ഞിടണം അറിയും. ഇത് ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു വേദിയാണ്. ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. നിഷ്പക്ഷമായി ചോദിച്ചുകൂടെ? നിഷ്പക്ഷമായി നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ അറിവിൽ നിന്ന് നിങ്ങൾ നബിദിനത്തെ അനുവദനീയമെന്നാണോ മനസ്സിലാക്കിയത്, അല്ല അനുവദനീയമല്ല എന്നോ മനസ്സിലാക്കിയത്? അത് ഞങ്ങൾക്കറിയാൻ വേണ്ടിയാ. നിങ്ങൾ സംഘടന പ്രസ്ഥാനം ഒന്നും നമ്മൾ ചോദിച്ചില്ല. ഈ മദ്രസ പോലെ ഇതും അനുവദനീയമല്ലേ എന്നൊരു സംശയം ചോദിക്കുക. ആണ്. അപ്പൊ അനുവദനീയമാണ് അല്ലേ? ആണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അതെ, യെസ്, ഇനി മനസ്സിലായി. അപ്പം സഹോദരന്റെ സംശയം, ഇൽമു പഠിപ്പിക്കുക എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ കൽപ്പന, ആ കൽപ്പനക്ക് നിർണിതമായ രൂപമില്ല. അതുകൊണ്ട് നമ്മൾ മദ്രസ ഉണ്ടാക്കുന്നു, അറബി കോളേജ് ഉണ്ടാക്കുന്നു, ഒക്കെ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ പ്രവാചക സ്നേഹം എന്ന ഒരു മുസ്ലിമിന് നിർബന്ധമായ ബാധ്യത, അതിനും നിർണിതമായ ഒരു രൂപമില്ല. പക്ഷെ ആ നിർണിതമായ രൂപമില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്താക്കാം? റബീഉൽ അവ്വലിൽ ആഘോഷിക്കാം, നബിദിനം കഴിക്കാം. അത് രണ്ടും ഒരുപോലെയല്ലേ എന്നാണ് സംശയം, അല്ലേ? ഈ സംശയത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ നിർണിതമല്ലാത്ത ഒരു കർമ്മത്തിന് നിർണിത രൂപം കൊടുക്കാൻ പാടില്ല എന്നതും ഇസ്ലാമിൽ വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിനാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ഓരോ കാര്യവും. നിർണിതമല്ലാത്തൊരു കാര്യത്തിന് മദ്രസ മാത്രം ഇൽമിന്റെ അല്ലെങ്കിൽ ഇൽമിയായ പ്രചരണത്തിന് മദ്രസ ഒരു വലിയ പുണ്യകർമ്മമാണ്. മദ്രസയാണ് അതിന്റെ പുണ്യകർമ്മം. മദ്രസയിൽ അംഗമല്ലാത്തവരോ മദ്രസക്ക് സഹകരിക്കാത്തവരോ ഇൽമിനെതിരാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ നാം ആ മദ്രസ പ്രസ്ഥാനത്തെ എതിർക്കും. കാരണം എന്താ? മദ്രസ മാത്രമല്ല ഇൽമിന്റെ പ്രചാരണം, ഇൽമിയായിട്ടുള്ള വ്യാപനത്തിനുള്ള വഴി, വ്യത്യസ്ത വഴികളുണ്ട്. അത് മദ്രസക്ക് പ്രത്യേക കൂലി കിട്ടുമെന്ന് ചിന്തിച്ചാൽ അതും ബിദ്അത്തായി മാറും. കാരണം മദ്രസക്കല്ല കൂലി, ഇൽമിന്റെ വ്യാപനത്തിനാണ്. ശരിക്കും മനസ്സിലാക്കണം, ഇൽമിന്റെ വ്യാപനത്തിനാണ് കൂലി, മദ്രസക്കല്ല. അത് തന്നെയാണ് ഇവിടെ മൗലിദിന്റെ വിഷയത്തിലും ജന്മദിനാഘോഷത്തിന്റെ വിഷയത്തിലും വരുന്നത്. പ്രവാചക സ്നേഹം എന്നത് മാത്രമാണ് ഒരാൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിന് ഒരാൾ റബീഉൽ അവ്വൽ തെരഞ്ഞെടുക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാരണം പ്രവാചക സ്നേഹം 365 ദിവസവും മുസ്ലിമിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഇവിടെ നബിദിനാഘോഷവാദികൾ എന്താ ചെയ്തത്? റബീഉൽ അവ്വലിന് മഹത്വമുണ്ട്, റസൂലുള്ളാഹി മഹത്വം കൽപ്പിക്കാത്തൊരു മഹത്വം കൊടുത്തു. 12 മഹത്വമുണ്ട്, അങ്ങനൊരു കൽപ്പന കൊടുത്തു. ആയത്തോതി, ഖുർആനിന്റെ സൂറത്ത് യൂനിസിലുള്ള ആയത്തോതി, എന്നിട്ട് ഫല്യഫ്റഹു, അതൊരു കൽപ്പനയെ അല്ലാഹ് പറഞ്ഞതാന്ന് പറഞ്ഞു. ലോക മുഫസ്സിരീങ്ങൾ ഇതുവരെ പറയാത്ത പുതിയൊരു വ്യാഖ്യാനം പറഞ്ഞു. എന്നിട്ട് ഈ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവിടെയാണ് നബിദിനാഘോഷം അങ്ങനെ ഇസ്ലാമിൽ നിർണിതമായ പ്രവാചക സ്നേഹത്തിന്റെ രൂപമല്ല ഇത് പറയുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ ഒരു പുണ്യം കൽപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല.
റബീഉൽ അവ്വലിൽ പുണ്യം കൽപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല, 12-ന് പുണ്യം കൽപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. ഇത് ചെയ്യാത്ത ഒരു പ്രവാചക സ്നേഹമില്ലാത്ത മുജാഹിദുകളാണെന്ന് പറയാൻ നമുക്ക് അനുവാദമില്ല. ഇതാണ് വിഷയം. അപ്പൊ അനുവദനീയമെന്ന് പറഞ്ഞത് താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. മദ്രസ പോലെ, ഇത് മദ്രസ പോലെ എല്ലാ ആളുകൾ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് നാം ഇതിനെ എതിർക്കുന്നത്. മദ്രസയുടെ വ്യാപനം തന്നെ ഇൽമിന്റെ വ്യാപനത്തിനാണ് കൂലി, അല്ലാതെ മദ്രസക്കല്ല. അതുപോലെ കേവല പ്രവാചക സ്നേഹമല്ല ഇവിടെ വിഷയം. പ്രവാചക സ്നേഹത്തെ നമ്മൾ എതിർത്തേട്ടേ ഇല്ല. പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് റബീഉൽ അവ്വലിനും ആ ജന്മദിനത്തിനും മഹത്വം കൽപ്പിച്ചു കൊണ്ടാടുന്ന ജാഥയും മൗലൂദും പ്രത്യേക ആചാരങ്ങളുമാണ് നാം ഇവിടെ എതിർക്കുന്നത്. അത് ഇസ്ലാമിലില്ല. അതാണ് വിഷയം. ഇപ്പോ മറ്റൊരു തെളിവ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, അതിന് തെളിവുണ്ടോന്ന്. നബിദിനത്തിന് അനുവദനീയമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും തെളിവ് കാണിച്ചു തരാം. ഞാനും നിങ്ങളും മാത്രം ഒരു സംവാദം തയ്യാറുണ്ടോ? നിങ്ങൾ തന്നെ മുഖാമുഖത്തിൽ നിങ്ങൾ കുറെ മൈക്ക് കിട്ടും, നമുക്ക് ഒന്ന് സംവാദത്തിന് തയ്യാറുണ്ടോ? സംവാദത്തിന് തയ്യാറുണ്ടോ? അങ്ങനെ അദ്ദേഹം വെല്ലുവിളി ആയത്ത് മദീസ് ഓതി നബിദിനത്തിന് തെളിവ് പറയുന്നതായി. അപ്പൊ അദ്ദേഹം നബിദിനത്തിന് ഓതുന്ന ആയത്ത് നിങ്ങൾ കേൾക്കണം. ആ ആയത്തിന് പൂർവ്വകാല മുഫസ്സിറുകൾ ഇത് നബിദിനം കഴിക്കാനുള്ള തെളിവാണ് എന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിന് പറയാനുള്ള അവസരം, അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾക്കണം. നബിദിനം നബിന്റെ സുന്നത്താണ്, ഇസ്ലാമിലെ നിയമമാണ്. സുന്നത്താണല്ലേ? അങ്ങനെയല്ല, നബിദിനം കഴിക്കുന്നതിനെ പറ്റി സംവാദത്തിനുണ്ടോന്നാണ്. അപ്പൊ നബിദിനം കഴിക്കൽ സുന്നത്താണെന്നാണ്. അതിന് ആയത്ത് ഓതാൻ പോവാണ്. ഓത് കേട്ടോ. ആദ്യം 1-ാം പ്രമാണം ആയത്ത്, ശേഷം ഹദീസ്. സമയമുണ്ട്, നിക്ക്. ഇപ്പൊ നമ്മൾ തൽക്കാലം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക. അദ്ദേഹത്തിന് വിഷയം അവതരിപ്പിക്കാൻ 5 മിനിറ്റ് കൊടുക്കുകയാണ്. ഒരു 2-3 ആയത്ത് ഓതാനുള്ള സമയമുണ്ട്. 2-3 ആയത്ത് ഓതാനുള്ള സമയമുണ്ട്. 5 മിനിറ്റ്. ഇതാ അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. നിങ്ങളുടെ പേരെന്താ? നാസർ. അല്ല ആയിക്കോട്ടെ, ഇത് പറഞ്ഞാ. നാസർ പേര്, വീട് പേരിൻ അബ്ദുൽ നാസർ KK, വീട് മുട്ടിൽ അടുത്താണ്. ആയത്ത് നബിദിനം ആഘോഷിക്കാൻ ആയത്ത് എന്താണ് എന്നാണ്. അതിന് 5 മിനിറ്റ് വേണമെന്നില്ല. ഇവിടെ മദ്രസ പ്രസ്ഥാനത്തിന് ആയത്തോതി തെളിവോതി അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അതുപോലെ നബിദിനത്തിനും തെളിവുണ്ട്. ഖുർആനിൽ തന്നെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പറയുക. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ പരസ്പരം എല്ലാവരോടും പറയുക. അത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അത് നിങ്ങളുടെ മറ്റെല്ലാ സംഗമത്തെക്കാളും, നാം ഇപ്പോൾ ഒരു സൽക്കർമ്മത്തിന്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി സംഗമിച്ചിരിക്കുകയാണ്, എല്ലാ സംഗമത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് ഖുർആൻ ശരീഫ്. അതിന് ഇനി സനദ് ചോദിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ ശരീഫാ പറഞ്ഞത്. ഇനി റഹ്മത്ത് നിങ്ങൾ പറയുക, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക, അത് നിങ്ങൾ പറയാനാ പറഞ്ഞത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ, മുത്ത് നബിയെ അങ്ങേ നാം അയച്ചിട്ടില്ല. ലോകത്ത് മുഴുവനും അനുഗ്രഹമാണ്, റഹ്മത്താണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതും ഖുർആനിൽ പറയുന്നു. ഈ അനുഗ്രഹം കൊണ്ട്, ഈ റഹ്മത്ത് കൊണ്ട്, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം, അത് നിങ്ങൾ പറയണമെന്ന് ഖുർആനുൽ ശരീഫ്. അതിന് യാതൊരു മറ്റു തെളിവുകളുടെയും ആവശ്യമില്ല. അതുകൊണ്ട് ഈ തെളിവ് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൽമ പഠിക്കൽ നിർബന്ധമാണെന്ന് എന്ന തെളിവ് കൊണ്ട് മദ്രസ ഉണ്ടാക്കൽ അനുവദനീയമാണ് എന്നതുപോലെ മദ്രസ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയലാണ് തെറ്റെന്നാ പറയുന്നത്. അതുപോലെ ഞങ്ങൾ പറയുന്നില്ല നബിദിനം മാത്രമാണ് നബി സ്നേഹത്തിന്റെ മാർഗം, അങ്ങനെ ആരും പറയുന്നില്ല. നബിദിനം മാത്രമാണ് നബി സ്നേഹത്തിന്റെ മാർഗം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നബി സ്നേഹത്തിന്റെ ഒരു മാർഗമാണ് നബിദിനാഘോഷം. അതിന് ഒരു ദിവസത്തിൽ, ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു സംഗതി ചെയ്യുന്നു. അതുപോലെ ഒരു ദിവസത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് തെറ്റ് പോലും. എന്നാൽ ഇൽമ പഠിപ്പിക്കൽ എല്ലാ സമയത്തും നിർബന്ധമല്ലേ?
ഇൽമു പഠിക്കൽ നിർബന്ധമാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. മദ്രസയിൽ വെച്ച് മാത്രം പഠിപ്പിക്കുക അത് തെറ്റാവൂലേ? എല്ലായിടത്തും പഠിപ്പിക്കണ്ടേ? 365 ദിവസവും പഠിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും ഇൽമു പഠിപ്പിക്കണ്ടേ? അങ്ങനെയില്ല. അതിന് നമുക്കൊരു നിർണിത രൂപം ചെയ്യാം. അതിന് തെളിവ് ഖുർആനിൽ ഇൽമു പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇൽമു പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റഹ്മത്ത് കൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രത്യേക ദിവസം മാത്രം നമുക്ക് നിർണ്ണയിക്കാം, മദ്രസ പോലെ. ഖുർആനിൽ നിന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. തെളിവ് എതിർ സാക്ഷ്യം പറയുക, മറുപടി ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ സഹോദരങ്ങളെ, ഇപ്പൊ സംവാദത്തിൽ മൂപ്പര് വാദം ഉന്നയിച്ചു, നബിദിനം ആഘോഷിക്കുന്നതിന് ഖുർആനിൽ തെളിവ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്തുക്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ആയത്തിന്റെ ബാക്കി കേട്ടോ, തുടക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅത്തുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങൾക്കുള്ള ശിഫയും. ഖുർആനാട്ടോ. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള നേർമാർഗവും സന്മാർഗവുമാണ്, കാരുണ്യവുമാണ് ഈ ഖുർആൻ. ഖുൽ, നബിയെ പറയുക, ബിഫദ്ലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, ഔദാര്യം കൊണ്ടാണ്. വബി റഹ്മത്തിഹി, അവന്റെ കാരുണ്യം കൊണ്ടാണ്. ഫബിദാലിക, ഏതുകൊണ്ടാണ്? ഫബിദാലിക, അതുകൊണ്ട്, ആ ഖുർആൻ നിങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു എന്നതുകൊണ്ട്, ഫൽയഫ്റഹൂ, അവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും നല്ലത് അതാണ്. ഒന്നാമത്തെ എന്റെ ചോദ്യം, ഇത് അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. കേട്ടോളൂ. ഇതിന്റെ പരിഭാഷയും വിശദീകരണം കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ, അമാനി മൗലവി അല്ല, കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ. വളരെ ചിന്താർഹമായ കാര്യമാണ് വാക്യം 57 പഠിപ്പിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളെ ഏതെല്ലാം രോഗങ്ങളാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നാനാഭാഗത്തേക്കും ഒന്ന് നോക്കിയാൽ നമുക്ക് സ്പഷ്ടമായി കാണാം. ക്ഷമയോടെ നിങ്ങളിത് കേൾക്കണം. മൂപ്പരെ നമ്മൾ വിടുകയാണ്. അല്ലല്ല, മൂപ്പര് കേൾക്കണം എന്നില്ല. എന്താ കാരണം എന്നറിയോ? ഇങ്ങനെ ഒരു ആയത്തുണ്ടായിട്ട് 4 ഖലീഫമാര്, സഹാബിമാര്, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഈ ഒരു ആയത്ത് വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും കൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും റസൂലുള്ളാഹിന്റെ കീർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഈ ആയത്ത് മാത്രം വെച്ചിട്ട് ഞങ്ങൾ ആഘോഷിക്കും, മൗലിദ് ഞങ്ങൾ ആഘോഷിക്കും. ഒന്നുകൂടി ചെല്ലും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തന്നെ, മൊയ്തീൻ ഷെയ്ഖ് എന്നല്ല, അല്ലാഹു അക്ബർ ഇല്ലേ, ഒരു 2 വട്ടം ചൊല്ലും, ഞങ്ങളിത് പഠിപ്പിക്കും. ഇത് കേട്ടോളി, കേട്ടോളിട്ടോ, ഇതാ കേട്ടോളി. അവക്ക് ഔഷധങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ വലിയ ചിന്തകന്മാർ അങ്ങുമിങ്ങും പറന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തു ഫലം? ശരിക്കും കേട്ടോളിട്ടോ. നമ്മളെ തഫ്സീറല്ല, കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ. ഔഷധം കണ്ടുകിട്ടുന്നില്ല. ചിലപ്പോൾ ചില ഔഷധങ്ങൾ കണ്ടുകിട്ടിയെന്ന് സ്വാഭിമാനം അവർ ഉദ്ഘോഷിക്കുന്നത് കാണാം. അല്പ ദിവസം കഴിയുമ്പോൾ കേൾക്കാം അതുകൊണ്ട് താൽക്കാലിക ശമനമല്ലാതെ ശാശ്വത ശമനമില്ലെന്ന്. എന്നാൽ മാനവരാശിക്ക് മുമ്പിൽ ഒരു സിദ്ധ ഔഷധമുണ്ട്. അത് പഴഞ്ചനാണെന്ന് ധരിച്ച് അഗണ്യകോടിയിൽ തള്ളിവിട്ടിരിക്കുകയാണ്. പ്രസ്തുത ദിവ്യ ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല. അതാണ് ആ വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. ഓതിയ വാക്യം കേട്ടോ. ആ വഴിക്ക് മനുഷ്യന്റെ ഹൃദയം ഒന്ന് തിരിഞ്ഞെങ്കിൽ മനുഷ്യരുടെ സ്വഭാവ നടപടികളും അവരുടെ വീടും നാടും പരിസരവും സമൂഹവും സമ്പത്തും മറ്റും നന്നാക്കുവാനുള്ള ഉപദേശങ്ങൾ ഖുർആനിലുണ്ട്. ഹൃദയത്തിൽ ഉണ്ടാകുന്ന സംശയം, തെറ്റിദ്ധാരണ, ദുർവാസന, അതിമോഹം, അഹങ്കാരം, അസൂയ തുടങ്ങിയ സർവ്വരോഗങ്ങൾക്കും ഔഷധം അതിലുണ്ട്. സന്മാർഗവും ദുർമാർഗവും അത് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യർക്ക് എന്തെല്ലാം നേടുവാനും ശേഖരിക്കുവാനും കഴിയുന്നുവോ അതിനേക്കാളെല്ലാം വിലപിടിച്ചതും അവരുടെ ജീവിത വിജയങ്ങൾക്ക് ഉപയുക്തവുമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും മൂലമാണ് അതവൻ മനുഷ്യർക്ക് നൽകിയത്. അതുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഖുർആൻ അവതരിപ്പിച്ചതിന് സന്തോഷം പ്രകടിപ്പിക്കാതെ റമദാനിലെ നോൽമ്പ്, അതാണ് ആ മാസം. പക്ഷേ എന്തു ചെയ്യട്ടെ, മനുഷ്യൻ ഇത് ഓർക്കുന്നില്ല. അവൻ കൺമുമ്പിൽ കണ്ട സുഖാഡംബരങ്ങളിൽ മയങ്ങി മലിനമായി ജീവിക്കുന്നു. ഖുർആനെ പറ്റി ഇറങ്ങിയ ആയത്ത്, അതിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞ ആയത്ത് നബിദിനത്തിന് ഓതി. ഞാൻ അദ്ദേഹത്തോട് പോയി സ്വകാര്യമായിട്ടപ്പോ പറഞ്ഞതാ. ഈ ആയത്ത് കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾ നബിദിനം ആഘോഷിച്ചാൽ
മരിക്കണിന് മുമ്പ് പടച്ചോനോട് ശരിക്കും പറയേണ്ടിരുന്നുള്ള ബോധം ഉണ്ടായിട്ട് ഓതിയാൽ മതിട്ടോ എന്ന് ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് അദ്ദേഹത്തോട് അത് നിങ്ങൾ നാട്ടുകാരോട് ജനങ്ങളോട് പറഞ്ഞോളി. ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള ഗുണകാംശമുണ്ട്. ഇത് കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരെ പരിഭാഷയായി വായിച്ച മുജാഹിദീങ്ങളതല്ല. ശരി, ഇനി ഇങ്ങനത്തെ ആയത്തോടെ ഓതണ്ട. ഇനി ഇങ്ങനത്തെ ആയത്ത് ഹദീസോടെ ഓതണ്ട. എന്താ അറിയോ, നബിദിനത്തിന് ആയത്ത് ദുനിയാവുന്ന് കിട്ടൂല മക്കളെ, കിട്ടൂല. ഇങ്ങനെയുള്ള ആയത്താണെങ്കിൽ അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റ ഇന്ന മഅൽ ഉസ്രി യുസ്റ വഇദാ ഫറഗ്ത ഫൻസബ് ഇലാ റബ്ബിക ഫർഗബ്. അല്ലാഹു ഹൃദയവിശാലത നൽകിയില്ലേ? അപ്പൊ ഹൃദയവിശാലത നൽകിയ ഒരാളെ പറ്റി നമ്മൾ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് അതിന്നും തെളിവുണ്ടാക്കാം. ഇന്നാ അൻസൽനാഹു ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ധാരാളം നിനക്ക് നൽകിയിട്ടില്ലേ റസൂലുള്ളാഹ്, അത് പറഞ്ഞിട്ട് നബിദിനത്തിൽ തെളിവുണ്ടാക്കാം. ഈ മാതിരി ആയത്ത് ഇനി ഇവിടെ ഓതേണ്ടതില്ല. ഇതിന്റെ സമയം ഞങ്ങൾക്ക് കളയാനാവില്ല. അതുകൊണ്ട് ഈ വാദപ്രതിവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാക്കി ഇതിന്റെ ഡയറക്ടർ എന്നുള്ളവർക്ക് സേദലവി കാര്യങ്ങൾ. സന്തോഷമുണ്ട്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞ സഹോദരൻ തന്നെ നേരത്തെ നല്ല ബിദ്അത്താണ് എന്ന അഭിപ്രായം പറഞ്ഞു. നല്ല ബിദ്അത്ത് എന്നതിന് ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഒരു വിഷയമായതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ സംവാദത്തിന് ഉണ്ടോ എന്നതാണ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ ഇസ്ലാമികമായി പ്രവർത്തനം നടത്തുന്ന സംഘടനയുടെ ആധികാരികതയോടുകൂടി കടന്നു വന്നാൽ ഇതേ സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ സമയത്ത് തന്നെ ഇതിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും 100% സംവാദത്തിന് തയ്യാറാണ്. പക്ഷെ അതിന്റെ ആധികാരികമായ പ്രവർത്തിക്കുന്ന സംഘടന പണ്ഡിതന്മാര് അവരുമായി കടന്നു വന്നാൽ നമ്മൾ തയ്യാറാണ്. ഈ സമയം എന്നത് നമ്മൾ ഒരുപാട് സഹോദരങ്ങൾക്ക് ഈ വിഷയവുമായി ചോദ്യങ്ങൾ ചോദിക്കാന് ഉത്തരം നൽകേണ്ടതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ചോദ്യത്തെ ചോദിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സന്ദർഭം ആയതുകൊണ്ട് ഇത്തരം ഒരുപാട് ചോദ്യവേദികൾ ഇതിന്റെ സതുദ്ദേശത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ ചില പ്രവർത്തകന്മാർ പല സ്ഥലത്തും വരാറുണ്ട്. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വേദികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യം ആരുടേതാണ്? ചോദ്യം ചോദിക്കാനുള്ള സഹോദരൻ കൈപൊക്കുക, ഉത്തരം പറയുന്നതാണ്. ഇനി ഇതേപോലെ സംവാദവുമായി ബന്ധപ്പെട്ട സാഹചര്യം ആർക്കെങ്കിലും തയ്യാറുണ്ടെങ്കിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ വയനാട് കേരള നദ്വത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി PO കൽപ്പറ്റ അസ്ഹർ കോളേജ് വയനാട് ജില്ല എന്ന അഡ്രസ്സിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അതിന്റെ സംഘടനാ തലങ്ങളിലും പണ്ഡിത തലങ്ങളിലും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾ ഇതിന്റെ പ്രവർത്തകർ തയ്യാറാകും എന്നറിയിച്ചുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കേണ്ടതാണ്. നബിദിനം ബിദ്അത്താണ് എന്ന വിഷയമാണ് ഇവിടെ. നബിദിനം ബിദ്അത്താണെങ്കിൽ നബിദിനം കഴിക്കുന്ന ആളുകളുടെ ഭക്ഷണങ്ങൾ കഴിക്കാൻ ഹലാലാണ്. അവർ അർത്ഥ ഭക്ഷണം കഴിക്കുന്നത് ഹലാലാണോ എന്നതാണ് ചോദ്യം. ബിദ്അത്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ഒരാള് അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നത് ശരിയാണോ? ഇതിന് ഹുക്കും എന്താണെന്ന് അതായത് നബിദിനം കണ്ടിന്യൂ ആയിട്ട്, അതായത് ബിദ്അത്ത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ഒരാള്, ഉദാഹരണം നബിദിനം കഴിക്കുന്ന ഒരാള് അർത്ഥ ഭക്ഷണം കഴിക്കുന്നത് ഹലാലാണോ? അങ്ങനെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ വരട്ടെ. അൽഹംദുലില്ലാഹ്. സുഹൃത്തിന്റെ ചോദ്യം, ഇത്തരം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇവരുടെ വീടുകളിൽ നിന്ന് വിവാഹം ചെയ്യാൻ പറ്റുമോ? അല്ലേ ചുരുക്കം. ഇസ്ലാമിലുള്ള നിയമം, ഒരാള് ഞാൻ മുസ്ലിം ആകുന്നു എന്ന് പറയുകയും ഷഹാദത്ത് കലിമകൾ വ്യക്തമായി ഉച്ചരിക്കുകയും കഅബാലയം ഖിബ്ലയായി സ്വീകരിക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരാളുടെ ഇസ്ലാമിക ജീവിതം എങ്ങനെയെന്നുള്ളതല്ല, അയാളെ മുസ്ലിമായിട്ട് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടും. അയാളെ നമ്മുടെ ശ്മശാനത്തിൽ മറമാടും. അയാൾക്ക് മുസ്ലിങ്ങളുടേതായ പരിഗണന സൊസൈറ്റിയിൽ കൊടുക്കണമെന്നാണ് ഇസ്ലാമിക നിയമം. അതിൽ പിന്നെ താങ്കളുടെ ചോദ്യം വരുന്നു, ഇത് ചെയ്യുന്നത് കുറ്റകരമായ കാര്യമാണ്.
മൗലിദ് നടത്തൽ ബിദഅത്താണ്, അതിൽ ഭക്ഷണം പാകം ചെയ്യൽ ബിദഅത്താണ്. അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ച, അപ്പൊ റസൂലുള്ളാഹിക്ക് അതിന്റെ പേരിൽ നേർച്ച നേരുന്നുണ്ടെങ്കിൽ അത് ശിർക്കും ബിദഅത്തും കൂടിയാണ്. അപ്പൊ ഇങ്ങനെ ചെല്ലുന്നു, ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ഭക്ഷണം, ഈ നേർച്ച ഭക്ഷണം തിന്നാൻ പാടില്ല. എന്നാൽ ഇവരുമായി വിവാഹബന്ധമാവാം, ഇവരോട് സലാം പറയാം. എന്താ കാരണം എന്നറിയാം? യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങൾക്ക് വിവാഹം ചെയ്യാം. അവരറുത്തത് മുസ്ലിങ്ങൾക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. അവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. ഖുർആനിലെ നിയമമാണ്. ആ വിധാനത്തിൽ ഏതായാലും ഈ ആളുകളെ നമ്മൾ കൂട്ടുന്നില്ലല്ലോ. പരുവത്തിൽ ഈ ആളുകളെ നമ്മൾ കൂട്ടുന്നില്ലല്ലോ. ഒരു മുസ്ലിങ്ങളായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നത്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ക്രിസ്തീയരായ അള്ളാഹു അല്ലാത്തവരോട് ദ്വരക്കണോലാണ് ആര്? ക്രിസ്ത്യാനികൾ. അവരുടെ കൂട്ടത്തിൽ നിന്ന് വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു വേദഗ്രന്ഥം അംഗീകരിക്കുന്നു, നബിമാരെ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. തത്വത്തിലെ നിങ്ങൾ ഞാൻ പറഞ്ഞേക്കണ്ടല്ലോ, അവര് വേദഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നു, പ്രവാചകന്മാർ അംഗീകരിക്കുന്നു എന്നുള്ള തത്വം അംഗീകരിച്ചാണ് ഖുർആൻ അവരിൽ നിന്ന് വിവാഹം അനുവദനീയാക്കിയത്, അവരുടെ ഭക്ഷണം അനുവദനീയാക്കി. അത്ര ഏതാ ഇവിടെ റസൂലുള്ളാഹിനെ അംഗീകരിക്കുന്നു, കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, മുസ്ലിമായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്ന ആളുകളിൽ ഈ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലല്ലാത്തവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഭക്ഷണം ക്രിസ്ത്യാനികളുടേതായാലും മുസ്ലിങ്ങളുടേതായാലും തിന്നാൻ പാടില്ല. അല്ല വിരോധിച്ച ഭക്ഷണം, പന്നിമാംസം മുസ്ലിം ഉണ്ടാക്കിയാൽ തിന്നാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ലല്ലാത്തവർക്ക് വേണ്ടി അറുത്തത് മുസ്ലിം ഉണ്ടാക്കിയാൽ തിന്നാൻ പാടില്ല. അതെല്ലാവർക്കും ബാധക. പറയും എന്തുണ്ടല്ലോ, പറഞ്ഞോളി, ഇങ്ങോട്ട് കേക്കോങ്കി പറഞ്ഞോളി. നബിദിനത്തിന്റെ ചോറ് ഭക്ഷിക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ആണ്, നേർച്ചയായിട്ടാണെങ്കിൽ ഭക്ഷിക്കാൻ പാടില്ല. നബിദിനം എന്ന ബിദഅത്തിന്റെ പേരിലാണെങ്കിലും ഭക്ഷിക്കാൻ പാടില്ല. എൻ്റെ പേര് ഇസ്മായിൽ, വൈത്രിയിലാണ്. പിന്നെ നബിദിനാഘോഷത്തിന്റെ തെളിവും പ്രമാണമൊക്കെ പറഞ്ഞ് കുറേ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു കൊട്ടപ്പുറത്ത് അങ്ങനെ പറഞ്ഞു, അതിനൊക്കെ അപ്പം മൈക്ക് നമ്മളെടുത്തുണ്ടെങ്കിൽ അപ്പോഴേ മറുപടി പറയാനുണ്ട്. കൊട്ടപ്പുറത്ത് കാന്തപുരം പിന്നെ എന്താ ഷിർക്ക് എന്ന് കുറേ വട്ടം ചോദിച്ചത് നിങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന ഷിർക്കൽ ദുൽമുൻ അദീം എന്നും പറഞ്ഞത് ആയത്ത് ഓതിയത് കൊണ്ടാണ് കാന്തപുരം പിന്നെയും ചോദിക്കാൻ കാരണം. അത് വേറെ വിഷയം. അപ്പം ഞാൻ പറയുന്നത്, ഈ നബിദിനാഘോഷം 952 വരെ മുജാഹിദ് ആഘോഷിച്ചു. അതിന്റെ തെളിവെന്തായിരുന്നു? അന്ന് വരെ ആഘോഷിച്ചതിന്റെ തെളിവെന്തായിരുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോഴാണ് വിഷയത്തിൽ കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് അറിയേണ്ടത്, മുജാഹിദുകൾ 921 മുമ്പ് മുജാഹിദ് പണ്ഡിതന്മാർ മൗലിദ് അഥവാ നബിദിനം ആഘോഷിച്ചിരുന്നു. അത് എന്തുകൊണ്ട്? അവര് സുന്നികളായതുകൊണ്ട്.